ഹിസ്റ്ററി ക്ലബ്ബ് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. പലപ്പോഴും പരീക്ഷ അടുത്തു വരുമ്പോൾ എല്ലാം പഠിച്ചിട്ടുണ്ടെങ്കിലും എന്ത് എഴുതിയാൽ മുഴുവൻ മാർക്ക് കിട്ടും എന്നതിനെക്കുറിച്ച് മിക്ക കുട്ടികൾക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ മുഴുവൻ മാർക്ക് ലഭിക്കാതെ പോകുന്നു. എന്താണ് ഇതിനൊരു വഴി? വഴിയുണ്ട്. മുഴുവൻ മാർക്ക് കിട്ടണമെങ്കിൽ ഓരോ ടോപ്പിക്കിലെയും വാല്യൂ പോയിന്റ്സ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അതാണ് എഴുതേണ്ടത്. അതിനാണ് മാർക്ക് നൽകുന്നത്. ഇന്ന് +1 ചരിത്ര പുസ്തകത്തിലെ ഓരോ ടോപ്പിക്കിന്റെയും വാല്യൂ പോയിന്റ്സ് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ഒന്നും പേടിക്കണ്ട, എല്ലാ ചോദ്യങ്ങൾക്കും ധൈര്യമായി ഉത്തരം എഴുതിക്കൊള്ളൂ. ഒന്നാമത്തെ പ്രമേയം മുതൽ അവസാനത്തെ പ്രമേയം വരെ റിവിഷൻ ആരംഭിക്കുകയാണ്. നിങ്ങൾ റെഡിയാണല്ലോ? എങ്കിൽ നമുക്ക് ആരംഭിക്കാം. അതിനു മുമ്പേ ഈ വീഡിയോയുടെ ചില പ്രത്യേകതകൾ പറയാം. റിവിഷൻ മുഴുവൻ പ്രമേയവും ഇംഗ്ലീഷിലും മലയാളത്തിലും. വാല്യൂ പോയിന്റ്സ് 90% ചോദ്യങ്ങളും ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാം. എന്തെഴുതിയാൽ മാർക്ക് കിട്ടും എന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് റിവിഷൻ തുടങ്ങാം. തീം 1, ഫ്രം ദി ബിഗിനിങ് ഓഫ് ടൈം. കാലാരംഭം മുതൽ. ഹൊമിനോയിഡ്സ് ആൻഡ് ഹൊമിനിഡ്സ്. ഹൊമിനോയിഡുകളും ഹൊമിനിഡുകളും. ഫീച്ചേഴ്സ്, സവിശേഷതകൾ, ഡിഫറൻസസ്, വ്യത്യാസങ്ങൾ. വാല്യൂ പോയിന്റ്സ്. ഹൊമിനോയിഡ്സ്, സ്മോളർ ബ്രെയിൻ, ലാർജർ ബോഡി. ചെറിയ തലച്ചോറ്, വലിയ ശരീരം. ലോങ് പീരീഡ് ഓഫ് ഇൻഫാന്റ് ഡെവലപ്മെന്റ് ആൻഡ് ഡിപ്പെൻഡൻസി. ദൈർഘ്യമേറിയ ശൈശവകാലം, ആശ്രയത്വം. ഡോണ്ട് ഹാവ് എ ടെയിൽ, വാലില്ല. ക്വാഡ്രിപ്പേഡ്സ്, വാക്കിംഗ് ഓൺ ഓൾ ഫോർ, നാൽക്കാലികൾ. ഹൊമിനിഡ്സ്, അപ്രൈറ്റ് പോസ്റ്റർ, നിവർന്നു നിൽക്കും. ബൈപ്പഡൽ ലോക്കോമോഷൻ, വാക്കിംഗ് ഓൺ 2 feet, ഇരുകാലികൾ. ലാർജർ ബ്രെയിൻ, വലിയ തലച്ചോർ. സ്പെഷ്യലൈസേഷൻ ഓഫ് ഹാൻഡ്, വൈദഗ്ധ്യമേറിയ കൈകൾ. ആസ്ട്രലോപിത്തക്കസ് ആൻഡ് ഹോമോ. വാല്യൂ പോയിന്റ്സ്. ആസ്ട്രൽ മീൻസ് സദേൺ, പിത്തക്കോസ് മീൻസ് ഏപ്സ്, ദക്ഷിണദേശത്തെ വാനരൻ. സ്മോളർ ബ്രെയിൻ സൈസ്, ചെറിയ തലച്ചോറ്. ഹെവിയർ ജോസ്, വലിയ തടിയല്. ലാർജർ ടീത്ത്, വലിയ പല്ലുകൾ. ഫോസിൽസ് ഫൗണ്ട് ഓഡ്വൈഡ് ഗോർജ്. ഹോമോ മീൻസ് മാൻ, മനുഷ്യൻ. ലാർജർ ബ്രെയിൻ, വലിയ തലച്ചോറ്. സ്മോളർ ജോസ്, ചെറിയ താടിയല്. സ്മോളർ ടീത്ത്, ചെറിയ പല്ല്. ഒറിജിൻ ഓഫ് മോഡേൺ ഹ്യൂമൻ ബീയിങ്സ്. 2 തിയറീസ്. ആധുനിക മനുഷ്യന്റെ ഉത്ഭവം, 2 സിദ്ധാന്തങ്ങൾ. വാല്യൂ പോയിന്റ്സ്. റീപ്ലേസ്മെന്റ് മോഡൽ, സിംഗിൾ റീജിയൻ ഒറിജിൻ. ഏകോൽപത്തി മാതൃക. ആഫ്രിക്കയിലാണ് ഉത്ഭവം. എത്യോപ്യയിലെ ഓമോയിൽ നിന്ന് ഫോസിലുകൾ കണ്ടെത്തി. റീജിയണൽ കണ്ടിന്യൂറ്റി മോഡൽ, മൾട്ടി റീജിയണൽ ഒറിജിൻ. പ്രാദേശിക തുടർച്ച മാതൃക. ഹ്യൂമൻ ഇവോൾവ്ഡ് ഫ്രം ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ വേൾഡ്. ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും മനുഷ്യനുണ്ടായി. ഏർലി ഹ്യൂമൻസ്, വേ ഓഫ് ഒബ്റ്റെയിനിങ് ഫുഡ്. ആദിമ മനുഷ്യൻ ഭക്ഷണം തേടുന്നതിനുള്ള മാർഗങ്ങൾ. വാല്യൂ പോയിന്റ്സ്. ഗാദറിംഗ്, സ്കാവഞ്ചിങ്, ഹണ്ടിങ്, ഫിഷിംഗ്. ഭക്ഷണശേഖരണം, ചത്ത മൃഗങ്ങളെ ഭക്ഷിക്കൽ, നായാടൽ, മത്സ്യബന്ധനം. തീം 2, റൈറ്റിംഗ് ആൻഡ് സിറ്റി ലൈഫ്. എഴുത്തുവിദ്യയും നഗരജീവിതവും. മെസോപ്പൊട്ടോമിയ ആൻഡ് ഇറ്റ്സ് ജോഗ്രഫി. മെസോപ്പൊട്ടോമിയയും ഭൂപ്രകൃതിയും. വാല്യൂ പോയിന്റ്സ്. ഈസ്റ്റ്, ട്രിബ്യൂട്ടറീസ് ഓഫ് ടൈഗ്രീസ്, റൂട്ട്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. കിഴക്ക് വശം ടൈഗ്രീസ്, അതിൻ്റെ പോഷക നദികളും യാത്രാമാർഗമായി ഉപയോഗിച്ചു. നോർത്ത്, ഹൈലാൻഡ്, സ്റ്റെപ്പി, ഗ്രാസ്, അനിമൽ ഹെർഡിംഗ്. വടക്ക് പ്രദേശം പുൽമേടാണ്, കാലിമേയ്ക്കൽ. നോർത്ത് ഈസ്റ്റ്, മൗണ്ടെയിൻ റേഞ്ചസ്, പ്ലെയിൻ, അഗ്രികൾച്ചർ. വടക്ക് കിഴക്ക് മേഖല മലനിരകളാണ്, സമതലങ്ങളാണ്, കൃഷിക്ക് അനുയോജ്യമാണ്. സൗത്ത്, ഡെസേർട്ട്, സിറ്റീസ്. തെക്ക് മരുഭൂമിയാണ്, നഗരങ്ങൾ ഉയർന്നു വന്നു.
മെസോപ്പൊട്ടോമിയൻ റൈറ്റിംഗ്സ്, മെസോപ്പൊട്ടോമിയൻ എഴുത്ത് രീതി. വാല്യൂ പോയിന്റ്സ്, ക്യൂണിഫോം, വെഡ്ജ് ഷേപ്പ്, ക്യൂണിഫോം എന്നാൽ ആപ്പ് ആകൃതി. ക്ലേ ടാബിൾസ്, പിക്ചർ ലൈക്ക് സയൻസ് ആൻഡ് നമ്പർ. കളിമൺ ഫലകങ്ങളാണ് എഴുതിയത്, ചിഹ്നങ്ങളും അക്കങ്ങളും. സിസ്റ്റം ഓഫ് റൈറ്റിംഗ്, വെഡ്ജ് ഷേപ്ഡ് സയൻസ് ടാബിൾസ്, എഴുത്ത് രീതി ആപ്പാകൃതിയിലുള്ള ചിഹ്നങ്ങളാണ്. സ്ക്രൈബ്, ക്ലേ ടാബ്ലറ്റ്സ്, മൺഫലകങ്ങളിലാണ് എഴുതിയത്. യൂസ് ഓഫ് റൈറ്റിംഗ്സ്, എഴുത്തുവിദ്യയുടെ ഉപയോഗം. റിക്കാർഡ്സ്, രേഖകൾ സൂക്ഷിക്കാൻ. ഡിക്ഷണറീസ്, ഡിക്ഷണറികൾ ഉണ്ടാക്കാൻ. ഡീഡ്സ് ഓഫ് കിങ്സ്, രാജകൽപ്പനകൾ പുറപ്പെടുവിക്കാൻ. സ്റ്റോറിംഗ് ഇൻഫർമേഷൻ, സെൻഡിങ് മെസ്സേജസ്, വിവരങ്ങൾ ശേഖരിക്കാൻ, സന്ദേശങ്ങൾ അയക്കാൻ. മെസോപ്പൊട്ടോമിയൻ ടെമ്പിൾസ്, മെസോപ്പൊട്ടോമിയയിലെ ക്ഷേത്രങ്ങൾ. വാല്യൂ പോയിന്റ്സ്, ടെമ്പിൾ ബ്രിക്സ്, ഇഷ്ടിക കൊണ്ടാണ് ക്ഷേത്രങ്ങൾ പണിതിരുന്നത്. വേരിയസ് ഗോഡ്സ്, മൂൺ ഗോഡ് ഓർ ഊർ, വ്യത്യസ്ത ദേവന്മാരെ ആരാധിച്ചിരുന്നു. ചന്ദ്രദേവൻ ഊറിലെ ദേവനായിരുന്നു. ഇനാന, ഗോഡസ് ഓഫ് ലവ് ആൻഡ് വാർ, ഇനാന എന്ന് പറയുന്ന ദേവത സ്നേഹത്തിൻ്റെയും യുദ്ധത്തിൻ്റെയും ദേവതയായിരുന്നു. ഗോഡ് ഓണർ ഓഫ് ലാൻഡ്, ഫിഷറീസ് ആൻഡ് ഹേർഡ്സ്, കൃഷിസ്ഥലം, മത്സ്യസമ്പത്ത്, കന്നുകാലികൾ, ഇതെല്ലാം ദൈവത്തിൻ്റെതായിരുന്നു. പ്രൊഡക്ഷൻ പ്രോസസ്, ഓയിൽ പ്രസ്സിംഗ്, ഗ്രൈൻഡിങ്, സ്പിന്നിങ് ആൻഡ് വീവിങ്. ഉൽപാദന പ്രക്രിയ ആയ എണ്ണയാട്ടൽ, ധാന്യം പൊടിക്കൽ, നെയ്ത്ത്, ഇവയെല്ലാം ക്ഷേത്രങ്ങളിൽ നടന്നു. ടെമ്പിൾ ഏർബൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, ക്ഷേത്രം ഒരു നഗര സ്ഥാപനമാണ്. പ്രൊഡക്ഷൻ, എംപ്ലോയിങ് മെർച്ചൻസ്, റെക്കോർഡ് കീപ്പിംഗ് എക്സെട്ര. ഉൽപാദനം, വ്യാപാരികളെ നിയോഗിക്കൽ, രേഖകൾ സൂക്ഷിക്കൽ, ഇതെല്ലാം ക്ഷേത്രത്തിൻ്റെ നിയന്ത്രണത്തിലായിരുന്നു. മെസോപ്പൊട്ടോമിയൻ സിറ്റി ലൈഫ്, മെസോപ്പൊട്ടോമിയൻ നഗര ജീവിതം. വാല്യൂ പോയിന്റ്സ്, സിറ്റീസ്, നഗരങ്ങൾ 3 രീതിയിൽ ഉണ്ടായിരുന്നു. ടെമ്പിൾ സിറ്റി, ട്രേഡ് സിറ്റി, ഇമ്പീരിയൽ സിറ്റി. രാജകീയ നഗരം, ക്ഷേത്ര നഗരം, വ്യാപാര നഗരം. ലൈഫ് ഇൻ ദി സിറ്റി ഓഫ് ഊർ നഗരത്തിലെ ജീവിതം. സോഷ്യൽ ലൈഫ്, ന്യൂക്ലിയർ ഫാമിലി, ഫാദർ വാസ് ദ ഹെഡ് ഓഫ് ഫാമിലി, അണുകുടുംബമാണ്, പിതാവാണ് കുടുംബത്തിൻ്റെ തലവൻ. മാരിയേജ്, ഹൗസ് ആൻഡ് സ്ട്രീറ്റ്സ്, വീടുകളും തെരുവുകളും. സ്ട്രീറ്റ് നാരോ, ആബ്സെൻസ് ഓഫ് സ്ട്രീറ്റ് ഡ്രെയിൻ, ഓടകൾ ഉണ്ടായിരുന്നില്ല. ഹൗസസ് റൂഫ്സ് സ്ലോപ്പിംഗ് ഇൻവാർഡ്സ്, ഉൾവശത്തേക്ക് ചരിഞ്ഞ മേൽക്കുര. ലൈഫ് ഇൻ ദി സിറ്റി ഓഫ് മാരി നഗരത്തിലെ ജീവിതം. ട്രേഡ് സിറ്റി, വ്യാപാര നഗരമാണ്. അഗ്രികൾച്ചർ ആൻഡ് കാറ്റിൽ റെയറിംഗ്, കൃഷിയും കന്നുകാലി വളർത്തലും ഉണ്ടായിരുന്നു. നൊമാഡിക് ഗ്രൂപ്പ്സ്, അക്കാഡിയൻസ്, അമറേറ്റ്സ്, അസീറിയൻസ്, അർമേനിയൻസ്, ഇവരൊക്കെ മാരി നഗരത്തിൽ എത്തിച്ചേർന്നു. മാരി കിങ് അമറേറ്റ്സ്, മാരിയിലെ രാജാവ് അമറേറ്റ്സ് വിഭാഗത്തിൽപ്പെട്ടവർ. മാരിയിലെ കിങ് അമറേറ്റ്സ് വിഭാഗത്തിൽപ്പെട്ട രാജാവായിരുന്നു. ടെമ്പിൾസ്, ഡാഗൻ, ഗോഡസ് ഓഫ് സ്റ്റെപ്പി, അവിടെ ക്ഷേത്രമുണ്ടായിരുന്നു. ഡാഗൻ എന്ന് പറയുന്ന ദേവനായിരുന്നു ക്ഷേത്രം, പുൽമേടിൻ്റെ ദേവനായിരുന്നു. സിറ്റീസ് ഇൻ മെസോപ്പൊട്ടോമിയൻ കൾച്ചർ. വാല്യൂഡ് സിറ്റി ലൈഫ്, എപ്പിക് ഓഫ് ഗിൽഗമിഷ്. മെസോപ്പൊട്ടേമിയൻ ജനങ്ങൾ നഗരജീവിതത്തിന് വില കൽപ്പിച്ചിരുന്നു, പ്രാധാന്യം നൽകിയിരുന്നു. എപ്പിക് ഓഫ് ഗിൽഗമിഷ്, ഗിൽഗമിഷിൻ്റെ ഇതിഹാസം ഇതാണ് സൂചിപ്പിക്കുന്നത്. ദ ലെഗസി ഓഫ് റൈറ്റിംഗ്, എഴുത്ത് വിദ്യയുടെ നേട്ടങ്ങൾ. വാല്യൂ പോയിന്റ്സ്, ടൈം റെക്കണിംഗ്, സമയം കണക്കാക്കാൻ. മാത്തമാറ്റിക്സ്, ഗണിതശാസ്ത്രം. മാത്സ്, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, സ്ക്വയർ, സ്ക്വയർ റൂട്ട്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. ഗുണിതം, ഹരണം, സ്ക്വയർ, സ്ക്വയർ റൂട്ട്, കൂട്ടുപലിശ, ഇതെല്ലാം മെസോപ്പൊട്ടേമിയക്കാർക്ക് അറിയാമായിരുന്നു. കലണ്ടർ, 12 months 1 year. കലണ്ടർ അവർക്കുണ്ടായിരുന്നു. 12 മാസത്തെ ഒരു വർഷമായി കണക്കാക്കി. 4 weeks 1 month, 4 ആഴ്ചയെ ഒരു മാസമായി കണക്കാക്കി. 24 hours 1 day, 24 മണിക്കൂറിനെ ഒരു ദിവസമായി കണക്കാക്കി. 60 minutes 1 year, 60 മിനിറ്റിനെ ഒരു മണിക്കൂറായി കണക്കാക്കി.
സോളാർ ലൂണാർ എക്ലിപ്സ്, സൂര്യചന്ദ്രഗ്രഹണത്തെക്കുറിച്ച് അറിയാമായിരുന്നു. ആൻ എംപയർ അക്രോസ് 3 കോണ്ടിനെന്റ്സ്, 3 വൻകരകൾക്ക് വിലങ്ങനെയുള്ള ഒരു സാമ്രാജ്യം. റോമൻ എംപയർ, ഇറാനിയൻ എംപയർ. റോമൻ സാമ്രാജ്യവും ഇറാനിയൻ സാമ്രാജ്യവും. വാല്യൂ പോയിന്റ്സ്. റോമൻ എംപയർ കൾച്ചറലി ഡൈവേഴ്സ്, സാംസ്കാരികമായ വൈവിധ്യമുള്ളതായിരുന്നു റോമൻ സാമ്രാജ്യം. ഇറാൻ റൂൾഡ് ഓവർ ഇറാനിയൻ, ഇറാനിലെ ജനങ്ങളെയാണ് ഇറാൻ ഭരണാധികാരികൾ ഭരിച്ചിരുന്നത്. റോമൻ എംപയർ മെനി ലാംഗ്വേജസ് സ്പോക്കൺ, റോമൻ സാമ്രാജ്യത്തിൽ വിവിധ ഭാഷകൾ ഉണ്ടായിരുന്നു. റോമൻ കോമൺ സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ, റോമ സാമ്രാജ്യത്തിൽ ഏക ഭരണ സംവിധാനമാണ് ഉണ്ടായിരുന്നത്. ദ 3rd സെഞ്ചുറി ക്രൈസിസ്, 3-ാം നൂറ്റാണ്ടിലെ പ്രതിസന്ധി. വാല്യൂ പോയിന്റ്സ്. ഇറാനിയൻ പവർഫുൾ സസാനിയൻസ്, ഇറാനിൽ ശക്തരായ സസാനിയന്മാർ അധികാരത്തിൽ വന്നു. സാപ്പർ ഫസ്റ്റ് ഈസ്റ്റ് ക്യാപിറ്റൽ അന്തിയോക്ക്, സാപ്പർ ഒന്നാമൻ ഈസ്റ്റ് ക്യാപിറ്റലായ ആന്തിയോക്ക് പിടിച്ചെടുത്തു. ഇറാനിയൻകാരുടെ ഉയർച്ച. അറ്റാക്ക് ഓഫ് ജർമാനിക് ട്രൈബ്, ജർമാനിക് ഗോത്രങ്ങളുടെ നിരന്തരമായ ആക്രമണം. ജെൻഡർ ലിറ്ററസി കൾച്ചർ, റോമൻ സൊസൈറ്റി. ലിംഗം, സാക്ഷരത, സംസ്കാരം. വാല്യൂ പോയിന്റ്സ്. ജെൻഡർ, ന്യൂക്ലിയർ ഫാമിലി, അണുകുടുംബം. വിമൻ ഹാഡ് റൈറ്റ് ഓഫ് ഹെർ ഫാദേഴ്സ് പ്രോപ്പർട്ടി, സ്ത്രീകൾക്ക് സ്വത്തവകാശം ഉണ്ടായിരുന്നു. ലീഗൽ റൈറ്റ് ഓഫ് പ്രോപ്പർട്ടി. ഡൈവേഴ്സ്, സിമ്പിൾ പ്രൊസീജിയർ, വിവാഹമോചനം ലളിതമായിരുന്നു. മാരിയേജ്, മെയിൽസ് ഏർലി 20s ഓർ ലേറ്റ്. ഫാദർ ലീഗൽ കൺട്രോൾ ഓവർ ചിൽഡ്രൻ, കുട്ടികളിൽ രക്ഷിതാക്കൾക്ക് നിയമപരമായ അധികാരം ഉണ്ടായിരുന്നു. ലിറ്ററസി. കാഷ്വൽ ലിറ്ററസി വേരിയഡ്. പോംപെ ഹൈ, ഈജിപ്ത് വെരി ലോ. സാക്ഷരത വ്യത്യാസപ്പെട്ടിരുന്നു. പോംപെയിൽ ഉയർന്നതാണെങ്കിൽ ഈജിപ്തിൽ വളരെ കുറവായിരുന്നു. കൾച്ചർ, സംസ്കാരം. ഡൈവേഴ്സിറ്റി ഓഫ് റിലീജിയസ് കൾട്ട് ആൻഡ് ഡയറ്റീസ്, വ്യത്യസ്ത മതവും ആരാധന രീതിയും നിലനിന്നിരുന്നു. പ്ലൂറാലിറ്റി ഓഫ് ലാംഗ്വേജ്, വ്യത്യസ്ത ഭാഷകൾ ഉപയോഗിച്ചിരുന്നു. ഡിഫറെൻറ്റ് സ്റ്റൈൽ ഓഫ് ഡ്രസ് ആൻഡ് കസ്റ്റംസ്. ഫുഡ്, വസ്ത്രധാരണം, ആചാരങ്ങൾ, ഭക്ഷണം എല്ലാം വ്യത്യസ്തമായിരുന്നു. ഡിഫറെൻറ്റ് സോഷ്യൽ ഓർഗനൈസേഷൻ, ട്രൈബൽ ആൻഡ് നോൺ ട്രൈബൽ, സാമൂഹ്യമായി വ്യത്യസ്തമായിരുന്നു. ഗോത്രവും ഗോത്രേതര സമൂഹവും ഉണ്ടായിരുന്നു. ലാംഗ്വേജ്, ഭാഷ. ഡിഫറെൻറ്റ് ലാംഗ്വേജസ്. അറാമിക്, പ്യൂണിക്, ബെർബർ നോർത്ത് ആഫ്രിക്കയിൽ ഉപയോഗിച്ച ഭാഷകളാണ്. കോപ്റ്റിക് ഉപയോഗിച്ചത് ഈജിപ്ത്, സെൽറ്റിക് ഇൻ സ്പെയിനിലുമായിരുന്നു. സോഷ്യൽ ഹയറാർക്കി, സാമൂഹ്യ ശ്രേണികൾ. സെനറ്റർമാർ, പ്രഭുക്കന്മാരാൻ, നോബിൾസ്. ഇക്വിറ്റീസ്, നൈറ്റ്സ്, വെൽത്തി ക്ലാസ്, സമ്പന്ന വിഭാഗമാണ്. റെസ്പെക്റ്റബിൾ സെക്ഷൻ, മിഡിൽ ക്ലാസ്, ബഹുമാന്യ വിഭാഗങ്ങളാണ്. ബ്യൂറോക്രസി, ആർമി, മെർച്ചൻസ് ആൻഡ് ഫാമേഴ്സ്, ഇവരെല്ലാം ഇതിൽ ഉൾപ്പെടും. പ്ലെബ്സ് സോർഡിഡ ഓർ ഹ്യൂമിലിയോറസ്, ലോവർ ക്ലാസ് ലേബേഴ്സ്, ആർട്ടിസൻസ്, തൊഴിലാളികൾ, കരകൗശല വിദഗ്ധർ, ഇവരെല്ലാം പ്ലെബ്സ് സോർഡിഡയിൽ ഉൾപ്പെടും. അവസാന സ്ട്രാറ്റ, സ്ലേവ്സ്, ലോവർ സ്ട്രാറ്റ, അടിമകളാണ് സമൂഹത്തിലെ ഏറ്റവും താഴ്ന്ന വിഭാഗം. സ്ലേവറി, കൺട്രോളിംഗ് വർക്കേഴ്സ്, അടിമത്തം, തൊഴിലാളികളെ നിയന്ത്രിക്കൽ. വാല്യൂ പോയിന്റ്സ്. സ്ലേവറി ഇൻസ്റ്റിറ്റ്യൂഷൻ, അടിമത്തം ഒരു സ്ഥാപനവൽക്കരിക്കപ്പെട്ടിരുന്നു. 3 million സ്ലേവ്സ്, പബ്ലിക് വർക്സ്, അഗ്രികൾച്ചർ, ലേറ്റർ ഫ്രീഡ്മാൻ. റോമൻ അഗ്രികൾച്ചർ റൈറ്റേഴ്സ്, റോമിലെ കാർഷിക എഴുത്തുകാർ. സൂപ്പർവിഷൻ എസെൻഷ്യൽ, മേൽനോട്ടം അത്യാവശ്യമാണെന്ന് കരുതിയിരുന്നു. വർക്കേഴ്സ് ഗ്രൂപ്പ്ഡ് ഇൻ ടു ഗാങ് ഓർ ടീം, തൊഴിലാളികളെ ഗ്രൂപ്പായി തിരിച്ചിരുന്നു അല്ലെങ്കിൽ ഗ്യാങ് ആയി തിരിച്ചിരുന്നു. പ്ലിനി ദ എൽഡസ്റ്റ് കണ്ടംപ്റ്റ്, എന്നാൽ ഇതിനെ പ്ലിനി ദ എൽഡസ്റ്റ് തള്ളിപ്പറയുന്നുണ്ട്. വർക്കേഴ്സ് വെയർ എ മാസ്ക്, തൊഴിലാളികൾ ഒരു മുഖംമൂടി ധരിച്ചിരുന്നു. വർക്കേഴ്സ് സൈൻഡ് ഡെപ്റ്റ് കോൺട്രാക്ട്, തൊഴിലാളികൾ കടക്കരാർ ഒപ്പിട്ടിരുന്നു. പേരൻസ് സോൾഡ് ദെയർ ചിൽഡ്രൻ ഇൻ ടു സെർവിറ്റ്യൂഡ് ഫോർ എ പീരിയഡ് ഓഫ് 25 years, കുട്ടികളെ 25 വർഷത്തേക്ക് രക്ഷിതാക്കൾ വിറ്റിരുന്നു. ലേറ്റ് എംപയർ, ലേറ്റ് ആൻറ്റിക്വിറ്റി, അന്തിമ സാമ്രാജ്യം, അന്തിമ പുരാതന കാലം. വാല്യൂ പോയിന്റ്സ്. ഫൈനൽ ആൻഡ് ബ്രേക്കപ്പ്, റോമൻ എംപയർ, റോമൻ സാമ്രാജ്യത്തിൻ്റെ അവസാന കാലം അഥവാ നാശത്തെയാണ് സൂചിപ്പിക്കുന്നത്. ചേഞ്ചസ് ഇൻ കൾച്ചർ,
എക്കണോമിക് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ലെവൽ. സംസ്കാരം, സാമ്പത്തികം, ഭരണപരമായ മാറ്റങ്ങൾ കാണാൻ വേണ്ടി സാധിക്കും. ഡയോക്ലഷ്യൻ, ചേഞ്ചസ് ഇൻ അഡ്മിനിസ്ട്രേഷൻ. ഡയോക്ലഷ്യൻ്റെ ഭരണ പരിഷ്കാരങ്ങൾ. അബാൻഡൻ ടെറിട്ടറീസ് വിത്ത് ലിറ്റിൽ സ്ട്രാറ്റജിക് ആൻഡ് എക്കണോമിക് ഇമ്പോർട്ടൻസ്. തന്ത്രപരമായും സാമ്പത്തികമായും അപ്രധാനമായ സ്ഥലങ്ങൾ ഒഴിവാക്കി. ഫോർട്ടിഫൈഡ് ടെറിട്ടറീസ്, അതിർത്തിയിൽ കോട്ട കെട്ടി സംരക്ഷിച്ചു. റീഓർഗനൈസ്ഡ് പ്രൊവിൻഷ്യൽ ബൗണ്ടറീസ്, പ്രവിശ്യകളുടെ അതിരുകൾ പുനർനിർണയിച്ചു. സെപ്പറേറ്റഡ് സിവിലിയൻ ആൻഡ് മിലിറ്ററി ഫംഗ്ഷൻ. ഗ്രേറ്റർ ഓട്ടോണമി ടു ദി മിലിറ്ററി കമാൻഡേഴ്സ്, മിലിറ്ററി കമാൻഡർമാർക്ക് കൂടുതൽ അധികാരങ്ങൾ നൽകി. കോൺസ്റ്റന്റൈൻ ഫസ്റ്റ്, കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ഇൻട്രൊഡ്യൂസ്ഡ് സോളിഡസ് ഗോൾഡ് കോയിൻ, സോളിഡസ് എന്ന സ്വർണ്ണ നാണയം പുറത്തിറക്കി. കൺസ്ട്രക്റ്റഡ് എ സെക്കൻഡ് ക്യാപിറ്റൽ കോൺസ്റ്റാന്റിനോപ്പിൾ, രണ്ടാം തലസ്ഥാനമായി കോൺസ്റ്റാന്റിനോപ്പിൾ നിർമ്മിച്ചു. ചേഞ്ചസ് ഇൻ ദി ഇക്കണോമിക് ലൈഫ്, സാമ്പത്തിക മാറ്റങ്ങൾ. എക്കണോമിക് സ്റ്റെബിലിറ്റി, സാമ്പത്തിക സ്ഥിരത കൈവരിച്ചു. എക്സ്പാൻഡിംഗ് പോപ്പുലേഷൻ, ജനസംഖ്യ വർധനവ് ഉണ്ടായി. ഇൻവെസ്റ്റ്മെന്റ് ഇൻ റൂറൽ എസ്റ്റാബ്ലിഷ്മെന്റ്, ഓയിൽ പ്രസിംഗ്, ഗ്ലാസ് ഫാക്ടറീസ്, എണ്ണമില്ലുകൾ, സ്ഫടിക ഫാക്ടറികൾ ഗ്രാമങ്ങളിൽ നിർമ്മിച്ചു. ന്യൂ ടെക്നോളജീസ്, സ്ക്രൂ പ്രസ്സസ്, വാട്ടർ മിൽസ്, ബിരിയാണി യന്ത്രങ്ങളും ജലമില്ലുകളും നിലവിൽ വന്നു. ചേഞ്ചസ് ഇൻ ദി റിലീജിയസ് ലൈഫ്, ഡിക്ലെയർഡ് ക്രിസ്ത്യാനിറ്റി ആസ് ഒഫീഷ്യൽ റിലീജിയൻ, ക്രിസ്തുമതത്തെ ഔദ്യോഗിക മതമായി പ്രഖ്യാപിച്ചു. തീം 4, ദ സെൻട്രൽ ഇസ്ലാമിക് ലാൻഡ്സ്, മധ്യ ഇസ്ലാമിക രാജ്യങ്ങൾ. ദ കോൺട്രിബ്യൂഷൻ ഓഫ് അബ്ദുൾ മാലിക്, അബ്ദുൾ മാലിക്കിൻ്റെ സംഭാവനകൾ. വാല്യൂ പോയിന്റ്സ്. അറബിക് അഡോപ്റ്റഡ് ആസ് ലാംഗ്വേജ്, അറബി ഭാഷ സ്വീകരിച്ചു. ഇൻട്രൊഡ്യൂസ്ഡ് ഇസ്ലാമിക് കോയിനേജ്, ഇസ്ലാമിക നാണയവ്യവസ്ഥ കൊണ്ടുവന്നു. ബിൽഡ് ദി ഡോം ഓഫ് റോക്ക് അറ്റ് ജെറുസലേം, ജെറുസലേമിൽ ഡോം ഓഫ് റോക്ക് നിർമ്മിച്ചു. ദ അബ്ബാസിഡ് റെവല്യൂഷൻ, അബ്ബാസിഡ് വിപ്ലവം. വാല്യൂ പോയിന്റ്സ്. ദ ഉമയ്യാസ് വെയർ റീപ്ലേസ്ഡ് ബൈ എ മൂവ്മെന്റ് കോൾഡ് ദാവ, ദാവ എന്നറിയപ്പെടുന്ന ഒരു പ്രസ്ഥാനം ഉമയാദുകളെ അട്ടിമറിച്ചു. ലെഡ് ബൈ അബ്ബാസിഡ് ഫാമിലി ഓഫ് മെക്ക ഒറിജിൻ, അബ്ബാസിഡുകളാണ് നേതൃത്വം നൽകിയത്. ദ ഉമയാദ് റഷീം, ഈവിൾ, ഉമയാദ് ഭരണം ദുഷിച്ച ഭരണം എന്ന് പ്രചരിപ്പിച്ചു. പ്രൊമിസ്ഡ് ടു റെസ്റ്റോർ ഒറിജിനൽ ഇസ്ലാം ഓഫ് പ്രോഫറ്റ്, യഥാർത്ഥ ഇസ്ലാമിക ഭരണം കൊണ്ടുവരും എന്ന് പ്രഖ്യാപിച്ചു. ആർമി ലെഡ് ബൈ ആൻ ഇറാനിയൻ സ്ലേവ് അബു മുസ്ലിം, അബു മുസ്ലിം ആണ് സേനാനായകൻ. ഡിഫീറ്റഡ് ദ ലാസ്റ്റ് ഉമയാദ് ഖലീഫ മാർവാൻ, അവസാന ഉമയാദ് ഖലീഫ ആയ മാർവാനെ പരാജയപ്പെടുത്തി. ദ അബ്ബാസിഡ് റൂൾ, അബ്ബാസിഡ് ഭരണം. ഇൻഫ്ലുവൻസ് ഓഫ് അറബ് ഡിക്ലൈൻഡ്, അറബികളുടെ സ്വാധീനം അവസാനിച്ചു. ഇറാനിയൻ കൾച്ചർ ഇൻക്രീസ്ഡ്, ഇറാനിയൻ സംസ്കാരത്തിന് പ്രാധാന്യം ലഭിച്ചു. അബ്ബാസിഡ് ക്യാപിറ്റൽ അറ്റ് ബാഗ്ദാദ്, തലസ്ഥാനമായി ബാഗ്ദാദ് സ്വീകരിച്ചു. ആർമി ആൻഡ് ബ്യൂറോക്രസി നോൺ ട്രൈബൽ ബേസിസ്, സൈന്യം ഉദ്യോഗസ്ഥർ ഗോത്ര അടിസ്ഥാനത്തിൽ അല്ലാതാക്കി. ഗ്രേറ്റർ പാർട്ടിസിപ്പേഷൻ ഓഫ് ഖുറാസൻ, ഇറാൻ ഖുറാസൻകാർക്ക് കൂടുതൽ അവസരം കിട്ടി. റിലീജിയസ് സ്റ്റാറ്റസ് ഓഫ് ഖലീഫ സ്ട്രെങ്തൻഡ്, ഖലീഫയുടെ സ്ഥാനം ശക്തിപ്പെടുത്തി. പട്ടണൈസ്ഡ് ഇസ്ലാമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് സ്കോളേഴ്സ്, ഇസ്ലാമിക സ്ഥാപനങ്ങളെയും പണ്ഡിതന്മാരെയും പ്രോത്സാഹിപ്പിച്ചു. സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ, കേന്ദ്രീകൃത ഭരണ സംവിധാനം കൊണ്ടുവന്നു. ദ ക്രൂസൈഡ്സ്, കുരിശ് യുദ്ധങ്ങൾ. വാല്യൂ പോയിന്റ്സ്. ജെറുസലേം ഹോളി പ്ലേസ് ഓഫ് 3 റിലീജിയൻസ്, മുസ്ലിം, ക്രിസ്ത്യൻ ആൻഡ് ജ്യൂസ്. ജെറുസലേം 3 മതങ്ങളുടെ പുണ്യഭൂമിയാണ്. ഡെത്ത് ഓഫ് മാലിക് ഷാ, സൽജുക് സുൽത്താൻ ഓഫ് ബാഗ്ദാദ്, എംപയർ ഡിസൻറ്റഗ്രേറ്റിംഗ്. മാലിക് ഷായുടെ മരണത്തോടുകൂടി സാമ്രാജ്യം തകരാൻ ആരംഭിച്ചു. അലക്സിസ് ഫസ്റ്റ്, ബൈസാൻഡിയൻ എംപറർ. റീഗൻ ഏഷ്യ മൈനർ, നോർത്ത് സിറിയ. പോപ്പ് ഏർബൻ സെക്കൻഡ്, ലിബറേറ്റ് ഹോളി ലാൻഡ്, പുണ്യഭൂമിയെ മോചിപ്പിക്കാൻ പോപ്പ് ഏർബൻ രണ്ടാമൻ ആഹ്വാനം നൽകി. വാർസ് ബിറ്റ്വീൻ മുസ്ലിംസ് ആൻഡ് ക്രിസ്ത്യൻസ് കോൾഡ് ക്രൂസൈഡ്സ്, ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും നടത്തിയ ഈ യുദ്ധത്തെ കുരിശ് യുദ്ധങ്ങൾ എന്ന് അറിയപ്പെടുന്നു. ഫസ്റ്റ് ക്രൂസൈഡ് വാർ, ഒന്നാം കുരിശ് യുദ്ധം. ഫ്രാൻസ് ഇറ്റലി ക്യാപ്ചേർഡ് ആന്റിയോക്ക് ഇൻ സിറിയ, ജെറുസലേമും ആന്റിയോക്കും പിടിച്ചെടുത്തു. ഫ്രാൻസിന്റെയും ഇറ്റലിയുടെയും സംയുക്ത സൈന്യമായിരുന്നു. ക്രൂസൈഡേഴ്സ് ക്രിയേറ്റഡ് എ സ്റ്റേറ്റ്, സിറിയ പാലസ്തീൻ. സിറിയയും പാലസ്തീനും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പ്രദേശം ഉണ്ടാക്കി. അതിനെ വിളിക്കുന്നത് ഔട്ടർ മെർ,
or Crusader state. Second Crusade. Turks captured Edessa. Pope Second Crusade. തുർക്കികൾ എഡേസ പിടിച്ചെടുത്തു. പോപ്പ് രണ്ടാമൻ കുരിശ് യുദ്ധത്തിന് ആഹ്വാനം നൽകി. ജർമ്മൻ ആൻഡ് ഫ്രഞ്ച് ആർമി ഡിഫീറ്റഡ് തുർക്സ്. ജർമ്മനിയെയും ഫ്രഞ്ച് ആർമിയെയും തുർക്കികൾ പരാജയപ്പെടുത്തി. തേർഡ് ക്രൂസൈഡ്. സലാഡിൻ ഈജിപ്തോ റഷ്യൻ എംപയർ called for jihad or holy war, captured Jerusalem. സലാഡിൻ ഒരു വിശുദ്ധ യുദ്ധത്തിന് ആഹ്വാനം നൽകി. ജെറുസലേം കീഴടക്കി. ലെഡ് ടു ദി തേർഡ് ക്രൂസൈഡ്. മൂന്നാം കുരിശ് യുദ്ധത്തിന് കാരണമായി. ക്രൂസൈഡേഴ്സ് ലിറ്റിൽ വിക്ടറി. കുരിശ് യുദ്ധക്കാർ ചെറിയ വിജയം മാത്രമേ നേടിയിട്ടുള്ളൂ. ഫ്രീ ആക്സസ് ടു ക്രിസ്ത്യൻ പിൽഗ്രിം. സലാഡിൻ ജെറുസലേം പിടിച്ചു. ക്രിസ്ത്യൻ തീർത്ഥാടകരെ ജെറുസലേമിൽ പ്രവേശിക്കാൻ അനുവദിച്ചു. കോൺസിക്വൻസ് ഓഫ് ദി ക്രൂസൈഡ്സ്. കുരിശ് യുദ്ധത്തിന്റെ പ്രത്യാഘാതങ്ങൾ. മുസ്ലിം സ്റ്റേറ്റ്സ് ഹോസ്റ്റൈൽ ക്രിസ്ത്യൻ സബ്ജക്ട്സ്. പാപ്പസി ലോസ്റ്റ് സ്റ്റാറ്റസ് ആൻഡ് പ്രസ്റ്റീജ്. ക്രിസ്ത്യൻ ജനവിഭാഗത്തെ ശത്രുതയോടുകൂടി കാണാൻ തുടങ്ങി. പോപ്പിന് അദ്ദേഹത്തിൻ്റെ സ്ഥാനങ്ങൾ നഷ്ടപ്പെട്ടു. സ്റ്റാറ്റസ്, പദവി നഷ്ടപ്പെട്ടു. ഡിക്ലൈൻ ഓഫ് ഫ്യൂഡലിസം. ഫ്യൂഡലിസത്തിൻ്റെ തകർച്ച. ട്രേഡ് ബിറ്റ്വീൻ ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ഇറ്റാലിയൻ ട്രേഡ് കമ്മ്യൂണിറ്റീസ്. പടിഞ്ഞാറും കിഴക്കും തമ്മിലുള്ള വ്യാപാരം വർദ്ധിച്ചു. എക്സ്പാൻഷൻ ഓഫ് ട്രേഡ് ഈസ്റ്റ് ആൻഡ് വെസ്റ്റ്. ലേണിംഗ് ആൻഡ് കൾച്ചർ. വിജ്ഞാനവും സംസ്കാരവും. വാല്യൂ പോയിന്റ്സ്. നോളേജ് ഡിറൈവ്ഡ് ഫ്രം ഖുറാൻ. ഖുറാനിൽ നിന്നാണ് നോളജ് ലഭിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. ഷാന മീൻസ് ലോ. ഷാന എന്ന് പറഞ്ഞാൽ നിയമം. സൂഫീസ്. സൂഫികൾ റിലീജിയസ് മൈൻഡഡ് പീപ്പിൾ. ബയാസിദ് ബിസ്താമി ഇറാനിയൻ സൂഫി. ഇറാനിയൻ ഒരു സൂഫിയായിരുന്നു ബയാസിദ് ബിസ്താമി. റാബിയ ഓഫ് ബസ്ര. ബസ്രയിലെ റാബിയ. ഇൻഫ്ലുവൻസ് ഓഫ് ഗ്രീക്ക് ഫിലോസഫി ആൻഡ് സയൻസ്. ഗ്രീക്ക് തത്വചിന്തയുടെയും ശാസ്ത്രത്തിൻ്റെയും സ്വാധീനം. ഗ്രീക്ക് ബുക്സ് ഇൻ ടു അറബിക്. ഗ്രീക്ക് പുസ്തകങ്ങൾ അറബിയിലേക്ക് വിവർത്തനം ചെയ്തു. ഉമയാദ് അബ്ബാസ്. ഉമയാദിൻ്റെ കാലത്തും അബ്ബാസിഡുകളുടെ കാലത്തും. ബയാത്തുൽ ഹിക്മ ഇൻ ബാഗ്ദാദ്. ലൈബ്രറി കം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്. വർക്ക്സ് ഓഫ് അരിസ്റ്റോട്ടിൽ. അരിസ്റ്റോട്ടിലിൻ്റെ കൃതിയായ എലമെൻറ്റ്സ് ഓഫ് യൂക്ലിഡ്സ്. യൂക്ലിഡ്സിൻ്റെ എലമെൻറ്റ്സ്. ടോളമീസ് അൽഗാമസ്റ്റ്. ടോളമിയുടെ അൽഗാമസ്റ്റ്. ഫെമിലിയ. ഇതൊക്കെ അറബികൾക്ക് അറിയാമായിരുന്നു. ഇബൻ സിന ഫിലോസഫറാണ്. ഡോക്ടർ അൽ ഖുനാൻ ഫിൽത്തിബ് അദ്ദേഹം എഴുതിയതാണ് കാനൻ ഓഫ് മെഡിസിൻ. യൂറോപ്പിൽ ഇദ്ദേഹത്തെ അവിസെന്ന എന്നറിയപ്പെടുന്നു. അബു നവാസ് ക്ലാസിക്കൽ പോയട്രി. ക്ലാസിക്കൽ കവിതകൾ എഴുതിയത് അബു നവാസാണ്. വീഞ്ഞ്, പുരുഷപ്രണയം ഒക്കെയായിരുന്നു പ്രമേയം. രുദകി ഫാദർ ഓഫ് ന്യൂ പേർഷ്യൻ ഒറിജിൻ. പുതിയ പേർഷ്യൻ ഭാഷ എന്ന് പറഞ്ഞാൽ പഹലവിയോടുകൂടി അറബിയും ചേർന്നതാണ്. ഗസൽ ലിറിക് പോയമാണ്. ലിറിക് കവിതയാണ്. റുബായി ക്വാട്രൈൻ 4 വരി കവിതകളാണ്. റുബായി അതിൻ്റെ സെനിത്തിലെത്തിയത് ഉമർ ഖയ്യാമിൻ്റെ കാലത്താണ്. റുബയാത്ത് അദ്ദേഹത്തിൻ്റെ കൃതിയാണ്. ഫിർദൗസി എഴുതിയാണ് ഷാനാമ, ബുക്ക് ഓഫ് കിങ്സ്. ഫോർമേഷൻ ഓഫ് ഇറാൻ ടു കോൺക്വസ്റ്റ് ഓഫ് അറബ് വരെയുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ചരിത്രകാവ്യമാണ്. ദ കാറ്റലോഗ്. കിതാബ് അൽ ഫിർഹിസ്റ്റ് ഇബൻ നദീം ഓഫ് ബാഗ്ദാദ്. പ്രോസ്, മോറൽ എഡ്യൂക്കേഷൻ ആൻഡ് അമ്യൂസ്മെൻറ്റ്. ധാർമ്മിക വിദ്യാഭ്യാസം രസിപ്പിക്കുന്ന അനേകം പുസ്തകങ്ങളാണ്. ഗലീലാവ ദിംന അറബിക് പഞ്ചതന്ത്രം ആണ്. ഗലീലാവ ദിംന. അലക്സാണ്ടർ ആൻഡ് സിന്ദ്ബാദ് അഡ്വഞ്ചർ സ്റ്റോറീസ്. സാഹസിക കഥകളാണ്. തൗസൻഡ്സ് ആൻഡ് വൺ നൈറ്റ് 1001 രാവുകൾ. ആർക്കിടെക്ചർ വാസ്തുവിദ്യ. മോസ്ക്, ആർച്ചസ്, ഡോംസ്, മിനാററ്റ്സ് ആൻഡ് ഓപ്പൺ കോർട്ട്യാർഡ്സ്. മുസ്ലിം പള്ളികൾ. ആർച്ചുകൾ, തഴിയക്കുടം, മിനാരങ്ങൾ, തുറസായ നടുമുറ്റം ഉണ്ടായിരിക്കും. തീം 5 നൊമാഡിക് എംപയർ. നാടോടി സാമ്രാജ്യം. ചെങ്കിസ് ഖാൻസ് ഇയർലി കരിയർ. ചെങ്കിസ് ഖാന്റെ ആദ്യകാല ജീവിതം. വാല്യൂ പോയിന്റ്സ്. ചെങ്കിസ് ഖാൻ ബോൺ ഇൻ 1162 നിയർ ഓനൻ റിവർ. ഒറിജിനൽ നെയിം തെമൂജി. ശരിയായ പേര് തെമൂജിൻ എന്നായിരുന്നു. യസുഗെ ഫാദർ. അസാസിനേറ്റ് ബൈ ടാറ്റ ട്രൈബ്. ബോട്ട് എ വൈഫ്.
കിഡ്നാപ്ഡ് ഡിഫീറ്റഡ് ടാറ്റാർസ് നെയ്മൻസ് ആൻഡ് കരേഴ്സ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ബോർട്ടയെ തട്ടിക്കൊണ്ടുപോയി. അദ്ദേഹം പിന്നീട് ടാറ്റാറുകളെയും നെയ്മൻസിനെയും കരേഴ്സിനെയും പരാജയപ്പെടുത്തി. കുറുത്തൈ അസംബ്ലി ഓഫ് മംഗോൾ ചീഫ്റ്റൻ. മംഗോൾ പ്രമുഖന്മാരുടെ അസംബ്ലിയാണ് കുറുൽത്തൈ എന്ന് പറയുന്നത്. ഗ്രേറ്റ് ഖാൻ, ഗ്രേറ്റ് ലീഡർ, റൂളർ, മഹാനായ ഖാൻ എന്ന അർത്ഥമാണ് ഗ്രേറ്റ് ഖാൻ അല്ലെങ്കിൽ ചെങ്കിസ് ഖാൻ എന്ന് പറയുന്നത്. സോഷ്യൽ, പൊളിറ്റിക്കൽ, മിലിറ്ററി ഓർഗനൈസേഷൻ, സാമൂഹിക, രാഷ്ട്രീയ, സൈനിക സംവിധാനം. വാല്യൂ പോയിന്റ്സ്. മിലിറ്ററി ഓർഗനൈസേഷൻ, സൈനിക സംവിധാനം. ആർമി, ഡിഫറെൻറ്റ് പീപ്പിൾ, ഓർഗനൈസ്ഡ് ബേസ്ഡ് ഓൺ ഡെസിമൽ യൂണിറ്റ് സിസ്റ്റം, വ്യത്യസ്ത ജനവിഭാഗങ്ങളുള്ളതായിരുന്നു സൈന്യം. ദശാംശ സമ്പ്രദായ രീതിയാണ്. 10, 100, 1000, 10,000 സോൾജേഴ്സ്. സ്പെഷ്യലി ചൂസൺ ക്യാപ്റ്റൻസ് കോൾഡ് നോയൻ. തിരഞ്ഞെടുത്ത ക്യാപ്റ്റനെ നോയൻ എന്ന് വിളിക്കുന്നു. ലോയൽ ഫോളോവേഴ്സ്, അണ്ട, കുലസഹോദരന്മാർ എന്ന് വിളിക്കുന്നു. താമ മീൻസ് മിലിറ്ററി കണ്ടിജന്റ്, സൈനിക വിഭാഗത്തെയാണ് താമ എന്ന് പറയുന്നത്. പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ. ടെറിട്ടറി ഡിവൈഡഡ് ഇൻറ്റു 4 ഉലുസ്, 4 സൺസ്, 4 പുത്രന്മാരുടെ കീഴിലായിരുന്നു. ജോച്ചി, റഷ്യൻ സ്റ്റെപ്പീസ്, പുൽമേടുകൾ. ചഗാഡെ, ട്രാൻസ് ഓഷ്യാനിയൻ സ്റ്റെപ്പീസ്, പുൽമേട്, ട്രാൻസ് ഓക്സാനിയൻ പുൽമേട്. ഒഗാഡെ, ചെങ്കിസ് ഖാൻ സക്സസർ, ചെങ്കിസ് ഖാൻ്റെ പിൻഗാമിയാണ് ഒഗോഡെ. തൊലോയി, ആൻസെസ്ട്രൽ ലാൻഡ്, പരമ്പരാഗത ഭൂമി. കുറുൽത്തൈ, അസംബ്ലി ഓഫ് ചീഫ്സ്. കൊറിയർ സിസ്റ്റം, യാം. ക്യുബക്കർ ടാക്സ് കോൺട്രിബ്യൂട്ടഡ് 1/10 ഓഫ് ദി ഹോഴ്സസ് ആൻഡ് ലിവ് സ്റ്റോക്ക്. ക്യുബക്കർ ഒരു നികുതിയാണ്. ട്രേഡ്, വ്യാപാരം. എൻകറേജ്ഡ് ഫോറിൻ മെർച്ചൻസ്, വിദേശ വ്യാപാരികളെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. റോഡ്സ്, മെഡിറ്ററേനിയൻ ടു ചൈന, ചൈന മുതൽ മെഡിറ്ററേനിയൻ വരെയുള്ള ഗതാഗത സൗകര്യം ഉണ്ടായിരുന്നു. സിൽക്ക് റൂട്ട് എന്നറിയപ്പെടുന്നു. ട്രാവലേഴ്സ് പാസ് ഇഷ്യൂ ചെയ്തിരുന്നു. പൈസ ഇൻ പേർഷ്യ, പേർഷ്യയിൽ പൈസ എന്നാണ് പറയുന്നത്. ഗർജ് ഇൻ മംഗോളിയ എന്നറിയപ്പെടുന്നു. ബാജ് ടാക്സ്, ട്രേഡേഴ്സ് പെയ്ഡ് ടാക്സ്, കച്ചവടക്കാർ നൽകേണ്ട നികുതിയാണ് ബാജ് ടാക്സ്. അഡ്മിനിസ്ട്രേറ്റീവ് ഫീച്ചേഴ്സ് ഓഫ് ചെങ്കിസ് ഖാൻസ് റൂൾ. ചെങ്കിസ് ഖാൻ്റെ ഭരണ സവിശേഷതകൾ. യാസ, ലീഗൽ കോഡ്. യാസ ഒരു നിയമ സംഹിതയാണ്. ഫോർ ദി മംഗോൾസ്, ചെങ്കിസ് ഖാൻ ഈസ് ദി ഗ്രേറ്റ് ലീഡർ. ചെങ്കിസ് ഖാൻ മഹാനായ നേതാവാണ്. മൾട്ടി എത്തനിക്, മൾട്ടി ലിംഗ്വൽ, മൾട്ടി റിലീജിയസ് റഷീം. ബഹുഭാഷ, ബഹുവംശ, ബഹുമത ഭരണ സംവിധാനമായിരുന്നു. മംഗോളിയാസ് നാഷണൽ ഹീറോ, ദേശീയ ഹീറോയായിട്ടാണ് അദ്ദേഹത്തെ കരുതുന്നത്. തീം 6, 3 ഓർഡേഴ്സ്, 3 ക്രമങ്ങൾ. 3 ഓർഡേഴ്സ്. വാല്യൂ പോയിന്റ്സ്. ഫ്യൂഡലിസം, ഫ്യൂഡ്, ജർമ്മൻ വേർഡ്, എ പീസ് ഓഫ് ലാൻഡ്, ചെറിയ തുണ്ടുഭൂമി എന്നാണ് അർത്ഥം. മാർക്ക് ബ്ലോക്ക് എഴുതിയ പുസ്തകമാണ് ഫ്യൂഡൽ സൊസൈറ്റി. 3 ഓർഡേഴ്സ്. ഫസ്റ്റ് ഓർഡർ ദ ക്ലർച്ചി, പുരോഹിതന്മാർ. സെക്കൻഡ് ഓർഡർ നൊബിലിറ്റി, പ്രഭുക്കന്മാർ. തേർഡ് ഓർഡർ പെസൻസ്, കർഷകർ. ദ ഫസ്റ്റ് ഓർഡർ ദ ക്ലർച്ചി, പുരോഹിതവർഗം. കാത്തലിക് ചർച്ച് ഹാഡ് ലോ, ലാൻഡ്, ലെവി, ടാക്സസ്. സ്വന്തം നിയമം, ഭൂമിയുണ്ടായിരുന്നു, നികുതി പിരിക്കുമായിരുന്നു. ഹെഡ് ഓഫ് ചർച്ച്, പോപ്പ്, സഭയുടെ തലവൻ പോപ്പായിരുന്നു. വില്ലേജസ് ഹാഡ് ചർച്ച്, ഓരോ ഗ്രാമത്തിനും പള്ളി ഉണ്ടായിരുന്നു. ബിഷപ്സ്, റിലീജിയസ് നൊബിലിറ്റി, മതരംഗത്തെ പ്രഭുക്കന്മാരാണ് ബിഷപ്പുമാർ. ഓണഡ് ഗ്രാൻഡ് പാലസസ്, എസ്റ്റേറ്റ്സ്, സ്വന്തമായി വലിയ പാലസും വലിയ കൊട്ടാരവും എസ്റ്റേറ്റും ബിഷപ്പുമാർക്കുണ്ടായിരുന്നു. ചർച്ച് കളക്റ്റഡ് എ ടാക്സ്, ടൈത്ത് എന്ന് പറയുന്ന ഒരു ടാക്സ് പിരിച്ചിരുന്നു. 1/10 ഓഫ് ദി പ്രൊഡ്യൂസ് എവരി ഇയർ. മങ്സ് ഡിവോട്ട് ക്രിസ്ത്യൻസ്, മങ്സ് എന്ന് പറയുന്നത് ഈശ്വരഭക്തിയുള്ള ക്രിസ്ത്യാനികളെയാണ്. ലിവ് ഐസൊലേറ്റ്, ഏകാന്തവാസമാണ് അനുഷ്ഠിച്ചിരുന്നത്. അബേസ് ഓർ മൊണാസ്ട്രീസ്, സന്യാസി മഠങ്ങൾ സ്ഥാപിച്ചു. സന്യാസി മഠത്തിൻ്റെ തലവനെ ഹെഡ് ആബട്ട് എന്ന് വിളിക്കുന്നു. സെന്റ് ബെനഡിക്റ്റ് സ്ഥാപിച്ചാണ് മൊനാസ്ട്രിയാണ് ഇറ്റലിയിലെ മോണ്ടി കാസിനോ. അതുപോലെ തന്നെ ക്ലുനി, ബർഗാണ്ടിയിൽ, ഫ്രാൻസിലെ ബർഗാണ്ടിയിലുള്ള ക്ലുനി. റിലേഷൻ ബിറ്റ്വീൻ ചർച്ച് ആൻഡ് സൊസൈറ്റി, പള്ളിയും സമൂഹവും തമ്മിലുള്ള ബന്ധം. ക്രിസ്മസ്, ക്രൈസ്റ്റ് ബർത്ത്, ക്രിസ്തുവിൻ്റെ ജനനത്തിനെയാണ് ക്രിസ്മസ് ആയിട്ട് ആഘോഷിക്കുന്നത്. ഈസ്റ്റർ, ക്രൂസിഫിക്കേഷൻ ആൻഡ് റൈസിംഗ് ഫ്രം ഡെത്ത്, കുരിശേറിയ ദിനവും ഉയർത്തെഴുന്നേൽപ്പിനെയും സൂചിപ്പിക്കുന്നതാണ് ഈസ്റ്റർ ആഘോഷം. പിൽഗ്രിമേജ്, തീർത്ഥാടനം നടത്തുമായിരുന്നു. ഷ്രൈൻസ് ഓഫ് മാർട്ടിയേഴ്സ് ആൻഡ് ബിഗ് ചർച്ചസ്, രക്തസാക്ഷി ദേവാലയങ്ങൾ, വലിയ ദേവാലയങ്ങളിലേക്കും
തീർത്ഥാടനം സംഘടിപ്പിക്കുമായിരുന്നു. സെക്കൻഡ് ഓർഡർ നൊബിലിറ്റി, രണ്ടാം ക്രമം പ്രഭുവർഗം. സെൻട്രൽ റോൾ ഇൻ സോഷ്യൽ പ്രോസസ്, കൺട്രോൾഡ് ലാൻഡ്, ഭൂമിയെ നിയന്ത്രിക്കുന്നത് പ്രഭുക്കന്മാരായിരുന്നു. വാസലേജ്, ആശ്രിതാവസ്ഥ എന്നൊരു അവസ്ഥയുണ്ടായിരുന്നു, ആശ്രിതാവസ്ഥ. ഓൾ ലാൻഡ് കിങ്, രാജാവിൻ്റെതായിരുന്നു എല്ലാ ഭൂമിയും. രാജാവിൻ്റെ വാസലായിരുന്നു നോബിൾസ്, നോബിൾസിൻ്റെ വാസലായിരുന്നു പെസൻസ്. കിങ് സീനിയർ ലോർഡ്, രാജാവിനെ മേലാളൻ, സീനിയർ ലോർഡ് എന്ന് വിളിക്കുന്നു. ഹു വുഡ് പ്രൊട്ടക്ട് ദ വാസൽ, അവർ വാസലിനെ പ്രൊട്ടക്ട് ചെയ്യും, സംരക്ഷിക്കും. ദ നോബിൾസ് എൻജോയ്ഡ് എ പ്രിവിലേജ് സ്റ്റാറ്റസ്, വിശേഷ അധികാരങ്ങൾ പ്രഭുക്കന്മാർക്കുണ്ടായിരുന്നു. അബ്സലൂട്ട് കൺട്രോൾ ഓവർ ഹിസ് പ്രോപ്പർട്ടി, അദ്ദേഹത്തിൻ്റെ സ്വത്തിൻ്റെ മുകളിൽ പൂർണ്ണ അധികാരം ഉണ്ടായിരുന്നു. ഫ്യൂഡൽ ലെവീസ്, ഫ്യൂഡൽ ലെവീസ് ട്രൂപ്സ്, സൈന്യത്തെ വിളിക്കുന്നത് ഫ്യൂഡൽ ലെവീസ് എന്നായിരുന്നു. കോർട്ട് ഓഫ് ജസ്റ്റിസ്, സ്വന്തമായി കോടതി പ്രഭുക്കന്മാർക്കുണ്ടായിരുന്നു. മിൻറ്റ് കോയിൻസ്, നാണയം മുദ്രണം ചെയ്തിരുന്നു. വാസ്റ്റ് ട്രാക്ട്സ് ഓഫ് ലാൻഡ്, ഹിസ് പ്രൈവറ്റ് ഫീൽഡ്, വലിയ ഭൂമി ഉണ്ടായിരുന്നു, സ്വകാര്യ വയലും ഉണ്ടായിരുന്നു. ഹിസ് സോൺ ഡൊല്ലിങ്സ്, സ്വന്തം വാസസ്ഥലം ഉണ്ടായിരിക്കും. പാസ്റ്റസ്, മേച്ചിൽപ്പുറം ഉണ്ടായിരിക്കും. ഹോം ആൻഡ് ഫീൽഡ് ഓഫ് ടെനൻസ്, പെസൻസ്, കുടിയാമരുടെ വീടുകൾ, കൃഷിസ്ഥലങ്ങളൊക്കെ ഇതിൻ്റെ അകത്തുണ്ടായിരിക്കും. മാനർ, ലോർഡ്സ് ഹൗസ്, പ്രഭുക്കന്മാരുടെ വീടുകളെ മാനർ എന്നാണ് വിളിക്കുന്നത്. ദ മാനോറിയൽ എസ്റ്റേറ്റ്, ഹിസ് ഓൺ മാനർ ഹൗസ്, മാനോറിയൽ എസ്റ്റേറ്റിൽ സ്വന്തം വീടുണ്ടായിരിക്കും. കൺട്രോൾഡ് വില്ലേജസ്, അവിടെ ഇരുന്നുകൊണ്ടാണ് ഗ്രാമങ്ങളെ നിയന്ത്രിക്കുന്നത്. ഹൺഡ്രഡ്സ് ഓഫ് വില്ലേജസ്, നൂറുകണക്കിന് വില്ലേജുകൾ ഒരു എസ്റ്റേറ്റിൽ ഉണ്ടായിരിക്കും, മാനോറിയൽ എസ്റ്റേറ്റിൽ ഉണ്ടായിരിക്കും. മാനോറിയൽ എസ്റ്റേറ്റ്സ് സ്മോൾ ഡസൻ ഫാമിലീസ്, 12 വീടുകളും ഉണ്ടായിരിക്കും ഏറ്റവും ചെറിയ മാനോറിയൽ എസ്റ്റേറ്റിൽ. ബിഗ് മാനോറിയൽ എസ്റ്റേറ്റ് 50 or 60 ഫാമിലീസ്, വലിയ മാനോറിയൽ എസ്റ്റേറ്റിൽ 50 മുതൽ 60 വരെ കുടുംബങ്ങൾ ഉണ്ടായിരിക്കും. സെൽഫ് സഫിഷ്യൻറ്റ് എക്കണോമി, ബ്ലാക്ക് സ്മിത്സ്, കാർപ്പൻറ്റർ, സ്റ്റോൺ മാൻഷൻ, സ്വയം പര്യാപ്തമായ ഗ്രാമങ്ങളാണ്. ഇരുമ്പ് പണിക്കാരും മരപ്പണിക്കാരും കൽപ്പണിക്കാരും ഒക്കെ ഉണ്ടാവും. വിമൺ വോർ ഫാബ്രിക്, സ്ത്രീകൾ തുണി നെയ്യും. ചിൽഡ്രൻ വർക്ക് ലോർഡ്സ് വൈൻ ഫാക്ടറി, കുട്ടികൾ വൈൻ ഫാക്ടറി ജോലി ചെയ്യും. പാസ്റ്ററൽ ലാൻഡ്, കാറ്റിൽ ആൻഡ് ഹോഴ്സസ് ഗ്രാസ്, പുൽമേടിൽ കുതിര കന്നുകാലികളൊക്കെ മേഞ്ഞു നടക്കും. എസ്റ്റേറ്റ് ഹാഡ് ഫോറസ്റ്റ് ലോഡ് ഹണ്ടർ, സ്വന്തം വനം ഉണ്ടായിരിക്കും, വേട്ടയാടാൻ വേണ്ടി പ്രഭുക്കന്മാർ ഉപയോഗിക്കും. എസ്റ്റേറ്റ് ചർച്ച്, എ കാസൽ ഫോർ ഡിഫൻസ്, പള്ളിയും കോട്ടയും ഉണ്ടായിരിക്കും. ദ നൈറ്റ്സ്, നൈറ്റുകൾ, നൈറ്റ്സ് ലിങ്ക്ഡ് ടു ദ ലോർഡ്. ലോർഡ് ഗേവ് എ പീസ് ഓഫ് ലാൻഡ് ആൻഡ് കോൾഡ് ഫീഫ്. നൈറ്റുകൾക്ക് പ്രഭുക്കന്മാർ ചെറിയൊരു ഭൂമി കൊടുക്കും, അതിന് ഫീഫ് എന്നാണ് അറിയപ്പെടുന്നത്. എ നൈറ്റ് ഫീഫ് കൺസിസ്റ്റർ, ഒരു നൈറ്റ് ഫീഫിൽ ഭൂമിയിൽ അദ്ദേഹത്തിൻ്റെ വീട്. ഹിസ് ഹൗസ് ചർച്ച്, പള്ളി. എ വാട്ടർ മിൽ, ഒരു വാട്ടർ മിൽ ഉണ്ടായിരിക്കും. വൈൻ പ്രസ്. ലാൻഡ് കൾട്ടിവേറ്റഡ് ബൈ പെസൻസ്, ഭൂമി കൃഷി ചെയ്യുന്നത് പെസൻസ്, കർഷകരായിരുന്നു. നൈറ്റ് പെയ്ഡ് ഹിസ് ലോഡ് ടു എ റെഗുലർ ഫീ, ഒരു കൃത്യമായ ഫീസ് പ്രഭുക്കന്മാർക്ക് നൽകുമായിരുന്നു. ഫൈറ്റ് ഫോർ ഹിം, പ്രഭുവിന് വേണ്ടി യുദ്ധം ചെയ്യേണ്ടത് നൈറ്റുകൾ ആയിരുന്നു. ദ തേർഡ് ഓർഡർ, പെസൻസ്, ഫ്രീ ആൻഡ് അൺഫ്രീ, കർഷകർ, സ്വതന്ത്രരും അസ്വതന്ത്രരും. പെസൻസ് ഹാഡ് ദെയർ ഓൺ ലാൻഡ്, കർഷകർക്ക് സ്വന്തമായി ഭൂമി ഉണ്ടായിരുന്നു. വർക്ക്ഡ് ആസ് ടെനൻസ്, പക്ഷേ കുടിയാന്മാരായിട്ടാണ് ജീവിച്ചിരുന്നത്. ഹാഡ് ടു ഗീവ് മിലിറ്ററി സർവീസ്, സൈനിക സേവനം പ്രഭുക്കന്മാർക്ക് നൽകണമായിരുന്നു. ഹാഡ് ടു വർക്ക് ഓൺ ലോർഡ്സ് ഫീൽഡ്, പ്രഭുവിൻ്റെ വയലിലും പണിയെടുക്കണമായിരുന്നു. ഫ്രീ പെസൻസ് ഹാഡ് ടു പേ എ ടാക്സ്, സ്വതന്ത്ര കർഷകർ നികുതി നൽകണമായിരുന്നു. ടെയ്ലി ടു കിങ്, രാജാവിന് നൽകുന്ന നികുതിയാണ് ടെയ്ലി. സെർഫ്സ് ഹാഡ് നോ ലാൻഡ്, സെർഫുകൾക്ക് സ്വന്തമായി ഭൂമി ഉണ്ടായിരുന്നു. വർക്ക് സ്വന്തമായി ഭൂമി ഉണ്ടായിരുന്നില്ല, സെർഫുകൾക്ക് സ്വന്തമായി ഭൂമി ഉണ്ടായിരുന്നില്ല. വർക്ക് ഓൺ ലോർഡ്സ് ലാൻഡ് വിത്തൗട്ട് വേജസ്, കൂലി ഇല്ലാണ്ട് പണിയെടുക്കണമായിരുന്നു. കൾട്ടിവേറ്റ് എ സ്മോൾ പീസ് ഓഫ് ലാൻഡ്, ചെറിയൊരു ഭൂമിയിൽ അവർ കൃഷി ചെയ്യുമായിരുന്നു. ബിലോങ്ഡ് ടു ദ ലോർഡ്, അത് പ്രഭുവിൻ്റെ ഭൂമിയായിരുന്നു. ഫോർത്ത് ഓർഡർ, ടൗൺ ആൻഡ് ടൗൺ പീപ്പിൾ, നാലാം ക്രമം എന്ന് പറയുന്നത് പട്ടണങ്ങളെയും നഗരങ്ങളെയുമാണ്. വാല്യൂ പോയിന്റ്സ്. അഗ്രികൾച്ചർ എക്സ്പാൻഷൻ, കൃഷി വ്യാപിച്ചു. ഗ്രോത്ത് ഇൻ 3 സെക്ടർ, 3 മേഖലയിൽ പുരോഗതിക്ക് കാരണമായി. പോപ്പുലേഷൻ, ജനസംഖ്യ. ട്രേഡ്, വ്യാപാരം. ടൗൺ, നഗരങ്ങൾ. പോപ്പുലേഷൻ, ബെറ്റർ ഫുഡ്, നല്ല ഭക്ഷണം ലഭിച്ചുകൊണ്ട് തന്നെ. ഇൻക്രീസ് ലൈഫ് സ്പാൻ, ജീവിത ദൈർഘ്യം വർദ്ധിച്ചു. ഫീച്ചേഴ്സ് ഓഫ് ദി ടൗൺ, നഗരത്തിൻ്റെ അല്ലെങ്കിൽ പ്രത്യേകതകൾ. ടൗൺ സ്ക്വയർ, എ ചർച്ച്, സ്ട്രീറ്റ്. ടൗൺ സ്ക്വയർ ഉണ്ടായിരിക്കും, ദേവാലയം ഉണ്ടാവും, തെരുവുകൾ ഉണ്ടായിരിക്കും. പെയ്ഡ് വർക്ക്,
ജോലിക്ക് കൂലി എന്ന രീതിയിലാണ് നഗരത്തിൽ ജോലി ചെയ്തിരുന്നത്. ഫ്രീഡ് ഫ്രം ലോർഡ്സ് കൺട്രോൾ, പ്രഭുവിൻ്റെ നിയന്ത്രണത്തിൽ നിന്ന് രക്ഷ നേടി. ടൗൺ എയർ മേക്സ് ഫ്രീ, നഗരവായു സ്വതന്ത്രമാകുന്നു എന്നൊരു ചൊല്ല് തന്നെ ഉണ്ടായിരുന്നു. ട്രേഡ് ഗിൽഡ്സ്, ഓർഗനൈസേഷൻ ഓഫ് ക്രാഫ്റ്റ്മാൻ, ഗിൽഡുകൾ കൈത്തൊഴിലുകാരുടെ സംഘടനയാണ്. മെർച്ചൻസ് വെൽത്തി ആൻഡ് പവർഫുൾ, കച്ചവടക്കാർ സമ്പന്നരും ശക്തരുമായിരുന്നു. ദ ക്രൈസിസ് ഓഫ് ദ 4th century, 14ാം നൂറ്റാണ്ടിലെ പ്രതിസന്ധി. വാല്യൂ പോയിന്റ്സ്. എക്കണോമിക് എക്സ്പാൻഷൻ സ്ലോവ്ഡ്, സാമ്പത്തിക പുരോഗതി കുറഞ്ഞു. 3 factors, 3 കാരണങ്ങളുണ്ടായിരുന്നു. ക്ലൈമറ്റ് ചേഞ്ചസ്, കാലാവസ്ഥ വ്യതിയാനം. ഡിക്ലൈൻ ഓഫ് ട്രേഡ്, വ്യാപാര തകർച്ച. പ്ലേഗിൻ്റെ വ്യാപനം. ക്ലൈമറ്റ് 13th century, സമ്മർ ബെറ്റർലി കോൾഡ്, അഗ്രികൾച്ചർ ഡിക്ലൈൻഡ്, കാലാവസ്ഥ വളരെ മോശമായിരുന്നു, അതിശൈത്യം കൃഷി നശിപ്പിച്ചു. ഷോർട്ടേജ് ഓഫ് ഫുഡ്, ക്ഷാമം ഉണ്ടായി. ഡിക്ലൈൻ ഓഫ് ട്രേഡ്, ഷോർട്ടേജ് ഓഫ് മെറ്റാലിക് മണി, വ്യാപാര തകർച്ച കാരണം ലോകം കൊണ്ടുള്ള പണത്തിൻ്റെ കുറവായിരുന്നു. പ്ലേഗ്, ബ്ലാക്ക് ഡെത്ത്, പ്ലേഗിനെ കറുത്ത മരണം എന്നറിയപ്പെടുന്നു. തീം 7, ചേഞ്ചിങ് കൾച്ചറൽ ട്രഡീഷൻസ്, മാറുന്ന സാംസ്കാരിക പാരമ്പര്യങ്ങൾ. റിനൈസൻസ്, നവോത്ഥാനം. വാല്യൂ പോയിന്റ്സ്. റിനൈസൻസ് മീൻസ് റീബർത്ത്, പുനർജന്മം. കൾച്ചറൽ ചേഞ്ചസ്, സാംസ്കാരിക മാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഹിസ്റ്റോറിയൻസ് യൂസ്ഡ് ദ ടേം റിനൈസൻസ്. ജേക്കബ് ബർഗ്ഹാഡ്, ഹിസ് ബുക്ക് ദ സിവിലൈസേഷൻ ഓഫ് ദ റിനൈസൻസ് ഇൻ ഇറ്റലി. ദ റിവൈവൽ ഓഫ് ഇറ്റാലിയൻ സിറ്റീസ്, ഇറ്റാലിയൻ നഗരങ്ങളുടെ പുനരുദ്ധാനം. വാല്യൂ പോയിന്റ്സ്. 14th century, ഇറ്റാലിയൻ സിറ്റീസ്, ട്രേഡ് സെന്റേഴ്സ്. ഇറ്റാലിയൻ നഗരങ്ങൾ വ്യാപാര നഗരങ്ങൾ ആയിരുന്നു. ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റ്സ്, നോട്ട് എ പാർട്ട് ഓഫ് ആൻ എംപയർ, സ്വതന്ത്ര നഗരങ്ങൾ ആയിരുന്നു. ട്രേഡ് ബിറ്റ്വീൻ ബൈസാന്റിയൻ എംപയർ ആൻഡ് ദി ഇസ്ലാമിക് കൺട്രീസ്, ബൈസാന്റിയൻ സാമ്രാജ്യവും ഇസ്ലാമിക രാജ്യങ്ങളുമായി വ്യാപാര ബന്ധം ഉണ്ടായിരുന്നു. മംഗോളിയൻസ്, സിൽക്ക് റൂട്ട്, ചൈന ടു വെസ്റ്റ് യൂറോപ്പ്, ചൈന മുതൽ പടിഞ്ഞാറൻ യൂറോപ്പ് വരെ സിൽക്ക് റൂട്ട് നിലനിന്നിരുന്നു. ഫ്ലോറൻസ് ആൻഡ് വെനീസ്, റിപ്പബ്ലിക്, ഫ്ലോറൻസും വെനീസും റിപ്പബ്ലിക്കുകൾ ആയിരുന്നു. ജനീവ മറ്റൊരു ഇറ്റാലിയൻ നഗരമായിരുന്നു. ക്ലർജി വാസ് നോട്ട് ഡോമിനേറ്റഡ്, പുരോഹിതന്മാർക്ക് സ്വാധീനമുണ്ടായിരുന്നില്ല. നോ പവർഫുൾ ഫ്യൂഡൽ ലോർഡ്സ്, ശക്തരായ ഫ്യൂഡൽ പ്രഭുക്കന്മാർ ഉണ്ടായിരുന്നില്ല. ഫ്ലോറൻസ്, ഹോം ടൗൺ ഓഫ് പെട്രാർക്ക്, പെട്രാർക്കിന്റെ നഗരമാണ് ഫ്ലോറൻസ്. ഡാന്റെ അലിഗിരി, ഗിയോട്ടോ, ഇവരെല്ലാം ഇറ്റാലിയൻ നഗരങ്ങളുടെ സന്തതികളായിരുന്നു. റിനൈസൻസ് ആർട്ട്, ആർക്കിടെക്ചർ, ലിറ്ററേച്ചർ, നവോത്ഥാന കല, വാസ്തുവിദ്യ, സാഹിത്യം. വാല്യൂ പോയിന്റ്സ്. ആർട്ടിസ്റ്റ് ആൻഡ് റിയലിസം, കലാകാരന്മാരും റിയലിസവും. മെയിൻ ഫീച്ചർ ഓഫ് റിനൈസൻസ് ആർട്ട്, റിയലിസം. നവോത്ഥാന കലയുടെ പ്രത്യേകത റിയലിസമാണ്. ആൻഡ്രേസ് വെസാലിയസ് ഫസ്റ്റ് ടു ഡിസെക്ട് ദ ഹ്യൂമൻ ബോഡി, മനുഷ്യ ശരീരത്തെ കീറി മുറിച്ച് പരിശോധിച്ചു. യൂസ് ഓഫ് ഓയിൽ പെയിന്റിംഗ്, എണ്ണച്ചായത്തിന്റെ ഉപയോഗം. നോളജ് ഓഫ് ജിയോമെട്രി, ക്ഷേത്ര ഗണിതത്തിലുള്ള അറിവ്. നോളജ് ഓഫ് ഫിസിക്സ്, ഭൗതിക ശാസ്ത്രത്തിലുള്ള അറിവ്. ഫിസിയോളജി, ശരീരശാസ്ത്രത്തിലുള്ള അറിവ്. ഇവയെല്ലാം കലയെ കൂടുതൽ റിയലിസ്റ്റിക് ആക്കാൻ സഹായിച്ചു. ലിയനാർഡോ ഡാവിഞ്ചി, മൊണോലിസ, ദ ലാസ്റ്റ് സപ്പർ. മൈക്കൽ ആഞ്ചലോ, ദ പിയത്ത. ആർക്കിടെക്ചർ, വാസ്തുവിദ്യ. റിവൈവൽ ഓഫ് ദ ഇമ്പീരിയൽ റോമൻ സ്റ്റൈൽ കോൾഡ് ക്ലാസിക്കൽ, റോമൻ കലാശൈലിയുടെ പുനരുജ്ജീവനം ക്ലാസിക്കൽ എന്നറിയപ്പെടുന്നു. മൈക്കൽ ആഞ്ചലോ പെയിന്റഡ് സീലിംഗ് ഓഫ് സിസ്റ്റൈൻ ചാപ്പൽ. ദ പിയത്ത, സ്കൾപ്ചർ, പിയത്ത എന്നത് ശില്പമാണ്. ഡിസൈൻ ദ ഡോം ഓഫ് സെന്റ് പീറ്റേഴ്സ് ചർച്ച്, സെന്റ് പീറ്റേഴ്സ് ചർച്ച് താഴികക്കുടം രൂപകൽപ്പന ചെയ്തു. ഫിലിപ്പോ ബ്രൂണഷെല്ലി ഡൂമോ ഓഫ് ഫ്ലോറൻസ്, ഇറ്റാലിയൻ കത്തീഡ്രൽ രൂപകൽപ്പന ചെയ്തു. ന്യൂ കൺസെപ്റ്റ് ഓഫ് ഹ്യൂമൻ ബീയിങ്, മനുഷ്യരെ കുറിച്ചുള്ള പുത്തൻ സങ്കല്പം. ഹ്യൂമനിസ്റ്റ് ഫ്രം വെനീസ്, ഫ്രാൻസിസ്കോ ബാർബറോ. പാംപ്ലെറ്റ്, അക്വിസിഷൻ ഓഫ് വെൽത്ത് ആസ് എ വെർച്യു, സ്വത്ത് സമ്പാദനം ഒരു ഗുണമാണെന്ന് പാംപ്ലെറ്റിൽ കൂടി അദ്ദേഹം പറഞ്ഞു. ലോറൻസ വാല, ഓൺ പ്ലഷർ, കണ്ടംപ്റ്റ് ദ ക്രിസ്ത്യൻ റെസ്ട്രിക്ഷൻ എഗെയിൻസ്റ്റ് പ്ലഷർ, സുഖത്തിനെതിരെ കത്തോലിക്ക സഭയുടെ നിലപാടിനെ ലോറൻസ വാല ഓൺ പ്ലഷർ എന്ന പുസ്തകത്തിൽ എതിർത്തു.
നിക്കോളോ മക്കിയവെല്ലി, ദ പ്രിൻസ്, റോട്ട് എബൌട്ട് ഹ്യൂമൻ നേച്ചർ, മനുഷ്യ പ്രകൃതത്തെക്കുറിച്ച് എഴുതി. ജോഹന്നസ് ഗുട്ടൻബർഗ്, ഫസ്റ്റ് പ്രിന്റഡ് ബുക്സ്, ആദ്യത്തെ മുദ്രിത പുസ്തകങ്ങൾ. ബൈബിൾ. ചേഞ്ചസ് വിത്തിൻ ദ ക്രിസ്ത്യാനിറ്റി, ക്രിസ്തു മതത്തിലെ മാറ്റങ്ങൾ. റീഫോർമേഷൻ, മതനവീകരണ പ്രസ്ഥാനം. വാല്യൂ പോയിന്റ്സ്. യൂറോപ്യൻ യൂണിവേഴ്സിറ്റീസ്, സ്പ്രെഡ് ഓഫ് ഹ്യൂമനിസ്റ്റ് ഐഡിയാസ്, ഹ്യൂമനിസ്റ്റ് ആശയത്തിന്റെ വ്യാപനം. മെമ്പേഴ്സ് ഓഫ് ദ ചർച്ച് ഡിസ്കാർഡഡ് ദ മീനിംഗ്ലെസ് റിച്വൽസ്, അർത്ഥരഹിതമായ ആചാരങ്ങളെ തള്ളിക്കളഞ്ഞു. ക്രിസ്ത്യൻ ഹ്യൂമനിസ്റ്റ് തോമസ് മോർ ഇൻ ഇംഗ്ലണ്ട്, ഇറാസ്മസ് ഇൻ ഹോളണ്ട്. ചർച്ച് ഗ്രീഡ്, പള്ളിയുടെ ആർത്തിയെക്കുറിച്ച് പറഞ്ഞു. ഇൻഡൽജൻസസ്, പാപ വിമോചന പത്രിക പുറത്തിറക്കി. promised the people to free from sins committed by them in past. Martin Luther King, German monk, launched a campaign against the church. സഭയ്ക്കെതിരെ ഒരു പ്രചാരണം മാർട്ടിൻ ലൂതർ കിങ് ആരംഭിച്ചു. റൈറ്റ് ഫെയ്ത്ത്, റൈറ്റ് ലൈഫ്, എൻട്രി ടു ഹെവൻ, സ്വർഗത്തിലെത്താൻ ശരിയായ ജീവിതം, ശരിയായ വിശ്വാസം. മൂവ്മെന്റ് കോൾഡ് പ്രൊട്ടസ്റ്റന്റ് റീഫോർമേഷൻ, ബ്രേക്കപ്പ് ഓഫ് ജർമ്മൻ ആൻഡ് സ്വിസ് ചർച്ച്, സഭയുടെ പിളർപ്പിൽ എത്തിച്ചേർന്നു. ഉൾറിച്ച് സ്വിംഗ്ലി ആൻഡ് ജീൻ കാൽവിൻ ഇൻ സ്വിറ്റ്സർലാൻഡ്. ആന ബാപ്റ്റിസ്റ്റ്, ജർമ്മൻ റാഡിക്കൽ റിഫോമേഴ്സ്, തീവ്ര പരിഷ്കരണവാദികൾ. ഇംഗ്ലണ്ട്, എൻഡഡ് കണക്ഷൻ വിത്ത് ദ പോപ്പ്. ഇഗ്നേഷ്യസ് ലയോള ഇൻ സ്പെയിൻ, സൊസൈറ്റി ഓഫ് ജീസസ് ഇൻ 1540. ഇഗ്നേഷ്യസ് ലയോള സ്ഥാപിച്ചതാണ് സൊസൈറ്റി ഓഫ് ജീസസ്. പ്രതിനവീകരണ പ്രസ്ഥാനം എന്നറിയപ്പെടുന്നു. കൗണ്ടർ റിഫോർമേഷൻ. ദ കോപ്പർനിക്കിയൻ റെവല്യൂഷൻ, കോപ്പർനിക്കസിന്റെ വിപ്ലവം. വാല്യൂ പോയിന്റ്സ്. ക്രിസ്ത്യൻ, മാൻ ആസ് എ സിന്നർ, മനുഷ്യൻ പാപികളാണെന്ന് ക്രിസ്തുമതം ആദ്യകാലത്ത് വിശ്വസിച്ചിരുന്നു. എർത്ത് വാസ് എ പ്ലേസ് ഓഫ് സിൻ, ഈ പാപത്തിന്റെ കേന്ദ്രം ഭൂമിയാണ്. എർത്ത് വാസ് ദ സെന്റർ ഓഫ് യൂണിവേഴ്സ്, ഭൂമി പ്രപഞ്ചത്തിന്റെ കേന്ദ്രമാണ്. ഇതൊക്കെയായിരുന്നു വിശ്വാസം. കോപ്പർനിക്കസ് ഇൻ ഹോളണ്ട്. തിയറി, എർത്ത് ടുഗദർ വിത്ത് അതർ പ്ലാനറ്റ്സ് റിവോൾവ്ഡ് ദ സൺ, ഭൂമിയും മറ്റു ഗ്രഹങ്ങളും സൂര്യനെ ചുറ്റുന്നു. ഡി റെവല്യൂഷനിബസ്, റൊട്ടേഷൻ. ജോഹന്നസ് കെപ്ലർ തിയറി, എർത്ത് ഈസ് ദ പാർട്ട് ഓഫ് സൺ സെന്റേഡ് സോളാർ സിസ്റ്റം, സൂര്യ കേന്ദ്രീകൃതമായ സൗരയുധത്തിന്റെ ഭാഗമാണ് ഭൂമി. കോസ്മോഗ്രാഫിക്കൽ മിസ്റ്ററി, പ്ലാനറ്റ്സ് റിവോൾവ്ഡ് എറൗണ്ട് ദ സൺ നോട്ട് ഇൻ സർക്കിൾ ബട്ട് ഇൻ എക്ലിപ്സസ്, ഗ്രഹങ്ങൾ സൂര്യനെ ചുറ്റുന്നത് വൃത്താകൃതിയിലല്ല ദീർഘവൃത്താകൃതിയിലാണ്. ഗലീലിയോ ഗലീലി, മോഷൻ അഥവാ ചലനം. പ്രൂവ്ഡ് ദ നോഷൻ ഓഫ് ഡൈനാമിക് വേൾഡ്, ചലനാത്മക ലോകം. തിയറി ഓഫ് ഗ്രാവിറ്റേഷൻ, ഐസക് ന്യൂട്ടൺ. റെവല്യൂഷൻ ഇൻ സയൻസ്, ശാസ്ത്രത്തിൽ വിപ്ലവം തന്നെ സൃഷ്ടിച്ചു. തീം 8, കോൺഫ്രണ്ടേഷൻ ഓഫ് കൾച്ചേഴ്സ്, സംസ്കാരങ്ങളുടെ അഭിമുഖീകരണം. കമ്മ്യൂണിറ്റീസ് ഓഫ് ദി കരീബിയൻ ആൻഡ് ബ്രസീൽ, കരീബിയയിലെയും ബ്രസീലിലെയും സമുദായങ്ങൾ. വാല്യൂ പോയിന്റ്സ്. അരവാക്കിയൻ ലൊക്കയോസ്, ഐലൻഡ് ഓഫ് കരീബിയൻ സീ. പീസ് ലവിംഗ് പീപ്പിൾ, സമാധാന പ്രിയരായിരുന്നു. സ്കിൽഡ് ബോട്ട് ബിൽഡേഴ്സ്, ഹണ്ടിങ്, ഫിഷിംഗ്, അഗ്രികൾച്ചർ. പ്രൊഡ്യൂസ്ഡ് ഫുഡ് കളക്റ്റീവ്ലി, കൂട്ടുകൃഷിയായിരുന്നു. ഓർഗനൈസ്ഡ് അണ്ടർ ക്ലാൻ എൽഡേഴ്സ്, മുതിർന്നവരുടെ നേതൃത്വത്തിലായിരുന്നു. പൊളിഗമി കോമൺ, ബഹുഭാര്യത്വം നിലനിന്നിരുന്നു. അനിമിസ്റ്റ്, എവരി ഒബ്ജക്റ്റ് ഹാവ് ലൈഫ് ആൻഡ് സോൾ, എല്ലാത്തിനും ജീവനും ആത്മാവും ഉണ്ടെന്ന് വിശ്വസിച്ചു. ബിലീവ്ഡ് ഇൻ ഷാമൻസ്, പ്രേത പൂജാരികളിൽ വിശ്വാസമുണ്ടായിരുന്നു. യൂസ്ഡ് ഗോൾഡ് ഓർണമെന്റ്സ്, ഡിഡ് നോട്ട് അറ്റാച്ച് ദ വാല്യൂ, സ്വർണത്തിന് മൂല്യമില്ലായിരുന്നു. ആർട്ട് ഓഫ് വീവിംഗ് ഡെവലപ്ഡ്, നെയ്ത്ത് ഉണ്ടായിരുന്നു. കൊളാബറേറ്റ് വിത്ത് സ്പെയിൻ, സെർച്ച് ഫോർ ഗോൾഡ്, സ്പെയിൻ ഡിസ്ട്രോയിഡ് ദെയർ കൾച്ചർ. തുബിനമ്പ ഇൻ ബ്രസീൽ, ലിവ്ഡ് ഇൻ വില്ലേജസ് ഇൻ ഫോറസ്റ്റ്, ഡിഡ് നോട്ട് കൾട്ടിവേറ്റഡ്, കൃഷി ചെയ്തിരുന്നില്ല. പ്ലെന്റി ഫുഡ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ആൻഡ് ഫിഷ്, കായ്കനികൾ, മത്സ്യം ധാരാളമായി ഉണ്ടായിരുന്നു. ആസ്ടെക് സൊസൈറ്റി, അഗ്രികൾച്ചർ, എഡ്യൂക്കേഷൻ. ആസ്ടെക്കുകൾ സമൂഹം, കൃഷി, വിദ്യാഭ്യാസം. വാല്യൂ പോയിന്റ്സ്. മെക്സിക്കോ ഇൻ 12th century,
ക്രിയേറ്റഡ് ആൻ എംപയർ. സൊസൈറ്റി ഹയറാർക്കിക്കൽ, സമൂഹം ശ്രേണി മാതൃകയിൽ ആയിരുന്നു. നോബിൾസ്, ഹൈ പൊസിഷൻ, ഗവൺമെന്റ്, ആർമി, പ്രീസ്റ്റ്ഹുഡ്. നോബിൾസ്, സുപ്രീം ലീഡർ, കിങ്. അഗ്രികൾച്ചർ, ചിനാമ്പസ്, ആർട്ടിഫിഷ്യൽ ഐലൻഡ്, ലേക്ക് മെക്സിക്കോ, കൃത്രിമ തടാകങ്ങളെയാണ് ചിനാമ്പസ് എന്ന് വിളിക്കുന്നത്. ടെനോക്ടിലാൻ, ക്യാപിറ്റൽ സിറ്റി, ടെമ്പിൾ, സൺ ഗോഡ്, ഗോഡ്സ് ഓഫ് വാർ. ലാൻഡ് ഓണേഡ് ക്ലാൻ, ഭൂമി സമുദായത്തിൻ്റെതായിരുന്നു. കോൺ, ബീൻസ്, പംകിൻസ്, പൊട്ടറ്റോസ്. സ്ലേവറി പ്രിവെയിൽഡ്, ചോളം, പയർ, ഉരുളക്കിഴങ്ങ് എന്നിവ കൃഷി ചെയ്തിരുന്നു. അടിമത്തം നിലനിന്നിരുന്നു. എഡ്യൂക്കേഷൻ, ചിൽഡ്രൻ ഓഫ് നൊബിലിറ്റി കാൽമക്കർ, മിലിറ്ററി, റിലീജിയസ് ലീഡർ, പ്രഭുക്കളുടെ മക്കൾ കാൽമക്കിൽ പഠിച്ചിരുന്നു. സൈനിക പരിശീലനം, മതപഠനം ആയിരുന്നു. ചിൽഡ്രൻ ഓഫ് ഓർഡിനറി പീപ്പിൾ, ടെപ്പോക്കല്ലി, സാധാരണക്കാരുടെ മക്കൾ ടെപ്പോക്കല്ലി എന്ന സ്കൂളിലാണ് പഠിച്ചിരുന്നത്. ഹിസ്റ്ററി, മിത്സ്, മിലിറ്ററി ട്രെയിനിങ്, ട്രേഡ്, ചരിത്രം, മിത്തുകൾ, കച്ചവടം എന്നിവയായിരുന്നു പഠിപ്പിച്ചിരുന്നത്. ഇങ്കാസ്, ഇങ്കകൾ. വാലി പോയിന്റ്സ്. ഇങ്കാസ് ഇൻ പെറു ഇൻ 12th century. ക്യാപിറ്റൽ കുസ്കോ. കോർട്ട് ലാംഗ്വേജ് കൊച്ചുവ. ടെറസ്ഡ് ഹിൽസൈഡ് കൾട്ടിവേഷൻ, കുന്നിൻ ചെരുവിൽ തട്ടുതട്ടായി കൃഷി ചെയ്തിരുന്നു. കോൺ കൾട്ടിവേഷൻ, ചോളം കൃഷിയായിരുന്നു. സിസ്റ്റം ഓഫ് അക്കൗണ്ടിംഗ് സിസ്റ്റം, ക്യൂപിക് ഓർ കോഡ്സ്, യൂസ്ഡ് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ, കണക്ക് കൂട്ടുന്ന രീതിയായിരുന്നു കിപ്പു. സിമിലാരിറ്റീസ് ബിറ്റ്വീൻ അസ്റ്റക്സ് ആൻഡ് ഇങ്ക സിവിലൈസേഷൻ. ആസ്റ്റക്, ഇങ്ക സംസ്കാരങ്ങൾ തമ്മിലുള്ള സാമ്യതകൾ. വാല്യൂ പോയിന്റ്സ്. ഡിഫറെന്റ് ഫ്രം യൂറോപ്യൻ കൾച്ചർ. സൊസൈറ്റി ഹയറാർക്കിക്കൽ, ശ്രേണി ബന്ധത്തിലുള്ള സമൂഹമായിരുന്നു. യൂറോപ്യൻ സംസ്കാരത്തിൽ നിന്നും വിഭിന്നമായിരുന്നു. നോ പ്രൈവറ്റ് പ്രോപ്പർട്ടി, സ്വകാര്യ സ്വത്ത് ഉണ്ടായിരുന്നില്ല. ഷാമൻസ് ആൻഡ് പ്രീസ്റ്റ്, ഇമ്പോർട്ടൻറ്റ്, പ്രേതപൂജാരിമാരും പുരോഹിതന്മാരിലും വിശ്വാസമുണ്ടായിരുന്നു. ബിൽഡ് ടെമ്പിൾസ്, ക്ഷേത്രങ്ങൾ നിർമ്മിച്ചിരുന്നു. നോ വാല്യൂ ഇൻ ഗോൾഡ് ആൻഡ് സിൽവർ, സ്വർണത്തിനും വെള്ളിക്കും മൂല്യമുണ്ടായിരുന്നില്ല. കോർട്ടസ് ആൻഡ് അസ്റ്റക്സ്, കോർട്ടസും അസ്റ്റക്കുകളും. വാല്യൂ പോയിന്റ്സ്. ഹെൻറി കോർട്ടസ്, സ്പെയിൻ. ക്യൂബ. ഹി റീച്ച്ഡ് മെക്സിക്കോ ഇൻ 1519. ക്യൂബയിൽ നിന്ന് മെക്സിക്കോയിൽ എത്തിച്ചേർന്നു. ഫ്രണ്ട്ഷിപ്പ് വിത്ത് ടോട്ടാനെക്സ്, ടോട്ടാനുക്കളുമായി കൂട്ടുകൂടി. ഗ്രൂപ്പ്സ് ഓഫ് ആസ്റ്റക്, ടോട്ടാനുക്കൾ ആസ്റ്റക്കുകളുടെ ഒരു വിഭാഗമായിരുന്നു. മോണ്ടെസുമോ, ആസ്റ്റക് എംപറർ, ആസ്റ്റക്കുകളുടെ ചക്രവർത്തി മോണ്ടെസുമോ ആയിരുന്നു. അഫ്രൈഡ് ഓഫ് ഗൺ പൗഡർ ആൻഡ് ഹോഴ്സസ്, കുതിരകളെയും ഗൺ പൗഡറിനെയും അവർ ഭയപ്പെട്ടിരുന്നു. ടെനോക്ടിലാൻ ക്യാപ്ചേർഡ് ഇൻ 1519, November 8. ടെനോക്ടിലാൻ പിടിച്ചെടുത്തു. മോണ്ടെസുമ ബിക്കെയിം പ്രിസണർ, മോണ്ടെസുമയെ തടവിലാക്കി. കോർട്ടസ് റിട്ടേൺ ടു ക്യൂബ, കോർട്ടസ് ക്യൂബയിലേക്ക് തിരിച്ചുപോയി. അൽവാർഡോ ഇൻചാർജ്, അൽവാർഡോയ്ക്കായിരുന്നു ഇൻചാർജ്. ആസ്റ്റക് റെബല്യൻ, കോർട്ടസ് മസാക്കർ, അസ്റ്റക്കുകൾ വിപ്ലവം ആരംഭിച്ചു. കോർട്ടസ് അസ്റ്റക്കുകളെ കൂട്ടക്കുരുതി ചെയ്യാൻ ഉത്തരവിട്ടു. മോണ്ടെസുമോ ഡെത്ത്, കൂട്ടമോക്ക്, മോണ്ടെസുമോ കൊല്ലപ്പെട്ടു. കൂട്ടമോക്ക് ബിക്കെയിം കിങ്. കോർട്ടസ് ക്യാപ്ചേർഡ് ഇങ്ക എംപയർ, കോർട്ടസ് ഇങ്കകളുടെ സാമ്രാജ്യം കീഴടക്കി. ഫോമഡ് ന്യൂ സ്പെയിൻ, ലേറ്റർ മെക്സിക്കോ, ന്യൂ സ്പെയിൻ സ്ഥാപിച്ചു, പിന്നീട് മെക്സിക്കോ എന്നറിയപ്പെട്ടു. പിസാറോ ആൻഡ് സ്പെയിൻ. കരീബിയൻ ഐലൻഡ് ഇൻ 1502. 1532 ക്യാപ്ചേർഡ് കിങ് അദഹുവാൽപ്, 1532 അദഹുവാൽപ്പിനെ കീഴടക്കി. പിസാറോ എക്സിക്യൂട്ടഡ് കിങ്, ലൂട്ടഡ് ആൻഡ് ഓക്യുപ്പൈഡ് ദ കൺട്രി. പിസാറോ അദഹുവാൽപ്പിനെ കൊലപ്പെടുത്തി, രാജ്യത്തെ കൊള്ളയടിച്ചു. സ്ലേവറി ഇൻ സൗത്ത് അമേരിക്ക. വാല്യൂ പോയിന്റ്സ്. സ്ലേവറി റിലേറ്റഡ് ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റം, എക്സ്പ്ലോയിറ്റേഷൻ, മുതലാളിത്ത വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടതാണ് അടിമത്തം. എറിക് വില്യംസ്, ക്യാപിറ്റലിസം ആൻഡ് സ്ലേവറി. എറിക് വില്യംസിന്റെ പുസ്തകമാണ് ക്യാപിറ്റലിസം ആൻഡ് സ്ലേവറി.
മിസറബിൾ ലൈഫ് ഓഫ് ദ സ്ലേവ്, അടിമകളുടെ ദുരിത ജീവിതത്തെക്കുറിച്ച് വിവരിക്കുന്നു. In 1777, North American 13 colonies freed from Britain formed USA രൂപീകരിച്ചു. 19th century, South American countries freed Spain and Portugal. സ്പെയിനിൽ നിന്നും പോർച്ചുഗലിൽ നിന്നും ദക്ഷിണ അമേരിക്ക മോചനം നേടി. തീം 9, ദ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, വ്യാവസായിക വിപ്ലവം. ദ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഇൻ ബ്രിട്ടൻ, വ്യാവസായിക വിപ്ലവം ബ്രിട്ടനിൽ. വാല്യൂ പോയിന്റ്സ്. ഫസ്റ്റ് കൺട്രി, ആദ്യ വ്യവസായ വിപ്ലവ രാജ്യമാണ് ബ്രിട്ടൻ. പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി, രാഷ്ട്രീയ സ്ഥിരത ഉണ്ടായിരുന്നു. കോമൺ ലോ, പൊതു നിയമം. സിംഗിൾ കറൻസി, ഒരു കറൻസി ഉണ്ടായിരുന്നു. മാർക്കറ്റ്, കമ്പോളം ഉണ്ടായിരുന്നു. വൈഡ് യൂസ് ഓഫ് മണി, പണത്തിന്റെ ഉപയോഗമുണ്ടായിരുന്നു. അഗ്രികൾച്ചർ റവല്യൂഷൻ, കാർഷിക വിപ്ലവം നടന്നിരുന്നു. എമർജൻസ് ഓഫ് സിറ്റീസ്, നഗരങ്ങൾ ഉദയം ചെയ്തിരുന്നു. ലോൺസ് ഫോർ ഇന്റർനാഷണൽ ട്രേഡ്, ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട്, ലോൺ ലഭ്യത ഉണ്ടായിരുന്നു. ഗുഡ് നെറ്റ്വർക്ക് ഓഫ് ട്രാൻസ്പോർട്ട് ബൈ വാട്ടർ, ജലഗതാഗതം ഉണ്ടായിരുന്നു. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, വ്യാവസായിക വിപ്ലവം. വാല്യൂ പോയിന്റ്സ്. ഏരിയാസ്, മേഖലകൾ. കോൾ ആൻഡ് അയൺ, കൽക്കരിയും ഇരുമ്പും. കോട്ടൺ സ്പിന്നിങ് ആൻഡ് വീവിംഗ്, പരുത്തി, നൂൽനൂൽപ്പും നെയ്ത്തും. സ്റ്റീം പവർ, ആവി ശക്തി. കനാൽസ് ആൻഡ് റെയിൽവേസ്, കനാലുകളും റെയിൽവേയും. കോയിൽ ആൻഡ് അയൺ, ഇംഗ്ലണ്ട് ഹാഡ് എ റിച്ച് ഡിപ്പോസിറ്റ് ഓഫ് കോയിൽ ആൻഡ് അയൺ ഓർ, ഇരുമ്പ് കൽക്കരി നിക്ഷേപം ഉണ്ടായിരുന്നു. എസെൻഷ്യൽ മെറ്റീരിയൽ ഫോർ മെക്കനൈസേഷൻ, യന്ത്രങ്ങൾ പ്രവർത്തിക്കാൻ അത്യാവശ്യമാണ്. എബ്രഹാം ഡെർബി ഇൻവെന്റഡ് ബ്ലാസ്റ്റ് ഫർണസ്, ജ്വലന യന്ത്രം കണ്ടുപിടിച്ചു. എബ്രഹാം ഡെർബി സെക്കൻഡ് ഡെവലപ്ഡ് റോട്ട് അയൺ ഫ്രം പിഗ് അയൺ, പച്ച ഇരുമ്പിൽ നിന്ന് വാർപ്പിരുമ്പ് ഉണ്ടാക്കി. ഹെൻറി കോർട്ട് പുഡ്ലിംഗ് ഫർണസ് ആൻഡ് റോളിംഗ് മിൽസ്, പുഡ്ലിംഗ് ഫർണസ് ഇരുമ്പിൽ നിന്ന് മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിനും റോളിംഗ് മിൽ ഇരുമ്പ് പാളി നിർമ്മിക്കുന്നതിനുമാണ് ഉപയോഗിച്ചത്. ജോൺ വിൽക്കിൻസൺ മേഡ് ഫസ്റ്റ് അയൺ ചെയർ, വാൾസ് ആൻഡ് അയൺ പൈപ്സ്, ഇരുമ്പ് കസേര, തൊട്ടി, പൈപ്പ് എന്നിവ നിർമ്മിച്ചു. ഡെർബി തേർഡ് ബിൽഡ് ഫസ്റ്റ് അയൺ ബ്രിഡ്ജ് ഇൻ ദ വേൾഡ്, ലോകത്തിൽ ആദ്യ ഇരുമ്പ് പാലം നിർമ്മിച്ചു. കോട്ടൺ സ്പിന്നിങ് ആൻഡ് വീവിംഗ്, പരുത്തി, നൂൽനൂൽപ്പും നെയ്ത്തും. ടെക്നോളജിക്കൽ ഇൻവെൻഷൻസ്, സ്പിന്നിങ് ആൻഡ് വീവിംഗ്, ഹോം ടു ഫാക്ടറീസ്, സാങ്കേതിക വിദ്യ, നെയ്ത്ത് വീട്ടിൽ നിന്ന് ഫാക്ടറിയിലേക്ക് എത്തിച്ചു. റോ കോട്ടൺ ഇമ്പോർട്ടഡ് ആൻഡ് ഫിനിഷഡ് കോട്ടൺ എക്സ്പോർട്ടഡ്, അസംസ്കൃത പരുത്തി, നെയ്ത പരുത്തി കയറ്റുമതി ചെയ്തു. അസംസ്കൃത പരുത്തി ഇറക്കുമതിയും ചെയ്തു. കൊളനൈസേഷൻ, ബ്രിട്ടൻ കൺട്രോൾഡ് മാർക്കറ്റ് ആൻഡ് റോ കോട്ടൺ, മാർക്കറ്റും അസംസ്കൃത പരുത്തിയും നിയന്ത്രിച്ചു. ഇൻവെൻഷൻസ്, കണ്ടുപിടുത്തങ്ങൾ. ഫ്ലൈയിങ് ഷട്ടിൽ ലൂം, ജോൺ കെ. സ്പിന്നിംഗ് ജെന്നി, ജെയിംസ് ഹാർഗ്രീവൻസ്. വാട്ടർ ഫ്രെയിം, റിച്ചാർഡ് ആർക്രൈറ്റ്. മ്യൂൾ, സാമുവൽ ക്രോംപ്ടൺ. പവർ ലൂം, എഡ്മണ്ട് കാർട്ട്റൈറ്റ്. സ്റ്റീം പവർ, ആവിശക്തി. ഹെൽപ്ഡ് ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസ്, വൻകിട വ്യവസായത്തെ സഹായിച്ചു. ഒൺലി സോഴ്സ് ഓഫ് എനർജി, റിലയബിൾ, ഇൻഎക്സ്പെൻസീവ്, ഊർജത്തിന്റെ ഉറവിടമാണ്, വളരെ വില കുറവായിരുന്നു. ഫസ്റ്റ് യൂസ്ഡ് ഇൻ മൈനിങ് ഇൻഡസ്ട്രീസ്, ഖനന വ്യവസായത്തിലാണ് ആദ്യമായി ഉപയോഗിച്ചത്. തോമസ് സാവറി ഇൻവെന്റഡ് എൻജിൻ, മൈനേഴ്സ് ഫ്രണ്ട്. തോമസ് ന്യൂകോമൻ ആൻഡ് ജെയിംസ് വാട്ട് ഇൻവെന്റഡ് സ്റ്റീം എൻജിൻ. കനാൽസ് ആൻഡ് റെയിൽവേസ്, കനാലുകളും റെയിൽവേയും. കനാൽസ് ട്രാൻസ്പോർട്ട് കോൾ ടു സിറ്റീസ്, കനാൽ വഴിയായിരുന്നു കൽക്കരി നഗരത്തിലേക്ക് എത്തിച്ചിരുന്നത്. ഫസ്റ്റ് ഇംഗ്ലീഷ് കനാൽ ബിൽഡ് ജെയിംസ് ബ്രണ്ട്ലി. ബിൽഡ് ബിഗ് ലാൻഡ് ഓണേഴ്സ്, വലിയ ഉടമകളാണ് കനാലുകൾ നിർമ്മിച്ചിരുന്നത്. കോൺഫ്ലുവൻസ് ഓഫ് കനാൽസ്, മാർക്കറ്റിംഗ് സെന്റേഴ്സ്. ഫോർ എക്സാമ്പിൾ ബെർമിഹാം, കനാലുകൾ ചേരുന്ന സ്ഥലം മാർക്കറ്റുകളായി മാറി. സ്റ്റീഫൻസൺ ഇൻവെന്റഡ് ഫസ്റ്റ് സ്റ്റീം ലോക്കോമോട്ടീവ്. റോക്കറ്റ്. റെയിൽവേ ചീപ്പ് ആൻഡ് ഫാസ്റ്റ് പാസഞ്ചേഴ്സ് ആൻഡ് ഗൂഡ്സ്, റെയിൽവേ യാത്രക്കാരെയും ചരക്കുകളും കൊണ്ടുപോകാൻ വേണ്ടി ഉപയോഗിച്ചു. റിച്ചാർഡ് ട്രെവിത്തിക് എൻജിൻ പഫിംഗ് ഡബിൾ, അദ്ദേഹം കണ്ടുപിടിച്ച എൻജിനായിരുന്നു പഫിംഗ് ഡബിൾ. പുൾഡ് ട്രക്സ് അറൌണ്ട് ദ മൈൻ. ജോർജ് സ്റ്റീഫൻസൺ ലോക്കോമോട്ടീവ്. ദ ബ്ലച്ചർ, ദ ഫസ്റ്റ് റെയിൽവേ ലൈൻ സ്റ്റോക്ടൺ ടു ഡാർലിംഗ്ടൺ in 1827.
കണ്ടീഷൻ ഓഫ് വിമൻ ആൻഡ് ചിൽഡ്രൻ, സ്ത്രീകളുടെയും കുട്ടികളുടെയും അവസ്ഥ. വാല്യൂ പോയിന്റ്സ്. ചേഞ്ച് ഇൻ ദ ലൈഫ് ഓഫ് വിമൻ ആൻഡ് ചിൽഡ്രൻ, സ്ത്രീകളുടെയും കുട്ടികളുടെയും ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തി. ബിഫോർ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ, ചിൽഡ്രൻ ആൻഡ് വിമൻ വർക്ക്ഡ് ഇൻ ഫാംസ് ആൻഡ് ഹോം, സ്ത്രീകളും കുട്ടികളും വീടുകളിലും വയലുകളിലുമായിരുന്നു ജോലി ചെയ്തിരുന്നത്. ഇൻഡസ്ട്രിയൽ വിമൻ മെയിൻലി എംപ്ലോയിഡ് കോട്ടൺ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസ്, ചിൽഡ്രൻ എംപ്ലോയിഡ് മെറ്റൽ ഇൻഡസ്ട്രി, കോൾ മൈൻസ് ആൻഡ് കോട്ടൺ ഇൻഡസ്ട്രി, കൽക്കരി ഖനികളിലും ആയിരുന്നു കുട്ടികൾ ജോലി ചെയ്തിരുന്നത്. ലോവർ വേജസ്, കുറഞ്ഞ വേതനം. ലോങ് വർക്കിംഗ് ഹവേഴ്സ്, ദീർഘനേരത്തെ തൊഴിൽ ചെയ്യണമായിരുന്നു. പുവർ വർക്കിംഗ് കണ്ടീഷൻ, മോശമായ തൊഴിൽ സാഹചര്യമായിരുന്നു. ലൂതിസം, well-known protest movement that fought for the right of workers who were affected by the arrival of new machines. യന്ത്രങ്ങളുടെ വരവോടെ തൊഴിലിനെ മോശമായി ബാധിച്ച തൊഴിലാളികളുടെ അവകാശം സംരക്ഷിക്കാനുള്ള പ്രസ്ഥാനമാണ് ലൂതിസം. സ്റ്റാർട്ടഡ് ബൈ ജനറൽ ലെഡ് ലൂത്. മിനിമം വേജസ്, മിനിമം കൂലി ആവശ്യപ്പെട്ടു. കൺട്രോൾ ഓവർ ദ വേജസ് ഓഫ് വിമൻ ആൻഡ് ചിൽഡ്രൻ, കുട്ടികളുടെയും സ്ത്രീകളുടെയും വേതനത്തിന് നിയന്ത്രണം ആവശ്യപ്പെട്ടു. വർക്ക് ഫോർ ദോസ് ഹു ഹാഡ് ലോസ്റ്റ് ദെയർ ജോബ്സ് ബിക്കോസ് ഓഫ് ഇൻഡസ്ട്രിയലൈസേഷൻ, വ്യവസായവൽക്കരണം മൂലം ജോലി നഷ്ടപ്പെട്ടവർക്ക് ജോലി ആവശ്യപ്പെട്ടു. റൈറ്റ് ടു ഫോം ട്രേഡ് യൂണിയൻസ്, തൊഴിലാളി യൂണിയൻ ഉണ്ടാക്കാൻ അവകാശപ്പെട്ടു. 1819, nearly 80,000 working class people gathered peacefully St. Peter's Field in Manchester. Demanded democratic right of political organization, ജനാധിപത്യ സ്വാതന്ത്ര്യമായ സംഘടനാ സ്വാതന്ത്ര്യം നൽകുക എന്നാവശ്യപ്പെട്ടു. ക്രഷ്ഡ് വിത്ത് അയൺ ഹാൻഡ്, അടിച്ചമർത്തപ്പെട്ടു. നോൺ ആസ് പെട്രോ മസാക്കർ. തീം 10, ഡിസ്പ്ലേസിംഗ് ഇൻഡിജിനിയസ് പീപ്പിൾ, തദ്ദേശീയ ജനതകളുടെ സ്ഥാനഭ്രംശം. കമ്പാരിറ്റീവ് സ്റ്റഡി, അമേരിക്കൻ നേറ്റീവ്സ് ആൻഡ് യൂറോപ്യൻസ്, അമേരിക്കൻ തദ്ദേശവാസികളും യൂറോപ്യന്മാരും ഒരു താരതമ്യ പഠനം. നേറ്റീവ്സ്. 2 Europeans, 2 natives were uncivilized, noble savage. തദ്ദേശീയർ സംസ്കാരമില്ലാത്തവരാണ്. 2 natives, the goods they exchanged with Europeans were gift. തദ്ദേശീയർ ഉൽപ്പന്നങ്ങൾ കൈമാറിയത് സമ്മാനമായിട്ടായിരുന്നു. Natives were not aware of European market. തദ്ദേശീയർക്ക് യൂറോപ്യൻ കമ്പോളത്തെക്കുറിച്ച് അറിയില്ലായിരുന്നു. Natives were not happy with the greed of Europeans. യൂറോപ്യന്മാരുടെ അത്യാർത്തി തദ്ദേശീയർക്ക് ഇഷ്ടപ്പെട്ടിരുന്നില്ല. Natives were afraid the animals would take revenge for this destruction. മൃഗങ്ങളെ ക്രൂരമായി വേട്ടയാടിയാൽ പ്രതികാരം ചെയ്യുമെന്ന് അവർ വിശ്വസിച്ചു. Natives identified tracks invisible to the Europeans. വനങ്ങളിൽ യൂറോപ്യന്മാർക്ക് കാണാത്ത അദൃശ്യമായ വഴികൾ തദ്ദേശീയർ കണ്ടു. യൂറോപ്യൻസ്. സിവിലൈസേഷൻ, ടേംസ് ഓഫ് ലിറ്ററസി, റിലീജിയൻ ആൻഡ് ഏർബൻ, സംസ്കാരം എന്നത് സാക്ഷരത, മതം, നാഗരികത എന്നതായി കണ്ടു. ഗിഫ്റ്റ് വെയർ കമോഡിറ്റീസ് വിച്ച് ദേ സെൽ ഫോർ പ്രോഫിറ്റ്, സമ്മാനം എന്നത് ലാഭത്തിന് വിൽക്കാനുള്ളതാണ്. യൂറോപ്യൻസ് സോൾഡ് ഗൂഡ്സ് ഇൻ യൂറോപ്യൻ മാർക്കറ്റ് ഫോർ പ്രോഫിറ്റ്, ലാഭത്തിന് വേണ്ടിയായിരുന്നു വിറ്റിരുന്നത്. സ്ലട്ടേഡ് ഹൺഡ്രഡ്സ് ഓഫ് ബീവേഴ്സ് ഫോർ ഫേർസ്, തുകലിനു വേണ്ടി നീർനായ്ക്കളെ കൊന്നു. They killed wild animals to protect farms, വയലുകളെ സംരക്ഷിക്കാൻ മൃഗങ്ങളെ കൊന്നു. Imaginated the forest to be converted into cornfields, വനമെല്ലാം ചോളവയലാക്കാൻ യൂറോപ്യന്മാർ ആഗ്രഹിച്ചു. The gold rush and growth of industries, സ്വർണപ്രവാഹവും വ്യവസായങ്ങളുടെ വളർച്ചയും. Value points. Trace of gold led to gold rush in 1840s in California. കാലിഫോർണിയയിൽ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തി. യൂറോപ്യന്മാരുടെ പരക്കം ആരംഭിച്ചു. Led to building railway, റെയിൽവേ നിർമ്മാണം ആരംഭിച്ചു. ഇൻഡസ്ട്രീസ്, മാനുഫാക്ചറിംഗ് റെയിൽവേ എക്യുപ്മെന്റ്സ്, റെയിൽവേ ഉപകരണങ്ങൾ നിർമ്മിക്കാനുള്ള വ്യവസായം ആരംഭിച്ചു. ലാർജ് സ്കെയിൽ ഫാമിംഗ് മെഷീനറി പ്രൊഡ്യൂസ്ഡ്, വൻതോതിലുള്ള കൃഷിക്കാവശ്യമായ ഉപകരണങ്ങൾ നിർമ്മിച്ചു. ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ലെഡ് ടു ദി ഗ്രോത്ത് ഓഫ് ടൗൺസ് ആൻഡ് ഫാക്ടറീസ്, വ്യാവസായിക വളർച്ച നഗരങ്ങളും ഫാക്ടറികളും ഉയർന്നു വരാൻ കാരണമായി. ബൈ 1890 USA എമർജ്ഡ് ലീഡിംഗ് ഇൻഡസ്ട്രിയൽ പവർ ഇൻ ദ വേൾഡ്, ലോകത്തിലെ ഒരു വ്യാവസായിക ശക്തിയായി അമേരിക്ക ഉയർന്നു വന്നു. തീം 11,
പാത്സ് മോഡേണൈസേഷൻ, ആധുനികവൽക്കരണത്തിലേക്കുള്ള പാതകൾ. ദ മേജി റീഫോർമേഷൻ, മേജി പരിഷ്കാരം. വാല്യൂ പോയിന്റ്സ്. In 1868, movement removed shogun, brought emperor to Edo. മേജി ഭരണം പുനഃസ്ഥാപിച്ചു. ഗവൺമെന്റ് ബിൽഡ് ദ എംപറർ സിസ്റ്റം, രാജഭരണം ആരംഭിച്ചു. എംപറർ, ഡിസെൻഡ് ഓഫ് സൺ ഗോഡസ്, സൂര്യദേവന്റെ പ്രതിനിധിയായിരുന്നു രാജാവ്. ലീഡർ ഓഫ് വെസ്റ്റനൈസേഷൻ, പാശ്ചാത്യവൽക്കരണത്തിന്റെ നേതാവ് കൂടിയാണ് രാജാവ്. ഹി വെർ വെസ്റ്റേൺ സ്റ്റൈൽ മിലിറ്ററി യൂണിഫോം, പാശ്ചാത്യ മിലിറ്ററി യൂണിഫോം ധരിച്ചു. എഡ്യൂക്കേഷണൽ റിഫോംസ്, യൂണിവേഴ്സൽ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ സിസ്റ്റം, നിർബന്ധിത വിദ്യാഭ്യാസം ആരംഭിച്ചു. കരിക്കുലം ബേസ്ഡ് ഓൺ വെസ്റ്റേൺ, വിദ്യാഭ്യാസ പദ്ധതി പാശ്ചാത്യ രീതിയിലായിരുന്നു. അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ്, ഭരണപരിഷ്കാരം. ന്യൂ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം, പുതിയ ഭരണ സമ്പ്രദായം. റീ അറേഞ്ച്ഡ് ഓൾഡ് വില്ലേജസ് ആൻഡ് ബൗണ്ടറീസ്. സഫിഷ്യന്റ് റവന്യൂ ടു മെയിൻറ്റെയിൻ ലോക്കൽ സ്കൂൾസ് ആൻഡ് ഹെൽത്ത് ഫെസിലിറ്റീസ്, വിദ്യാലയങ്ങൾ, ആരോഗ്യ സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിന് ആവശ്യമായ വരുമാനം ഉറപ്പുവരുത്തി. എക്കണോമിക് റിഫോംസ്, സാമ്പത്തിക പരിഷ്കാരങ്ങൾ. മോഡേണൈസേഷൻ ഓഫ് എക്കണോമി, ആധുനികവൽക്കരണം. ലെവിയിങ് ആൻ അഗ്രികൾച്ചറൽ ടാക്സ്, കാർഷിക നികുതി ചുമത്തി. ഫസ്റ്റ് റെയിൽവേ ലൈൻ ഫ്രം ടോക്കിയോ ടു യോക്കോഹാമ, 1872. മെഷീൻസ് വെയർ ഇമ്പോർട്ടഡ് ഫ്രം യൂറോപ്പ്, യന്ത്രങ്ങൾ യൂറോപ്പിൽ നിന്ന് ഇറക്കുമതി ചെയ്തു. ഫോറിൻ ടെക്നീഷ്യൻസ് വെയർ യൂസ്ഡ് ടു ട്രെയിൻ വർക്കേഴ്സ്, വിദേശ സാങ്കേതിക വിദഗ്ധരെ നിയോഗിച്ചു. ടീച്ചേഴ്സ് ഇൻ യൂണിവേഴ്സിറ്റീസ് ആൻഡ് സ്കൂൾസ്, വിദേശ വിദഗ്ധരെ കോളേജുകളിലും സ്കൂളുകളിലും നിയോഗിച്ചു. സ്റ്റുഡൻസ് വെയർ സെൻഡ് ടു ഫോറിൻ കൺട്രീസ്, വിദ്യാർത്ഥികളെ വിദേശ രാജ്യങ്ങളിൽ അയച്ചു പഠിപ്പിച്ചു. ഇൻ 1872 മോഡേൺ ബാങ്കിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ ലോഞ്ച്ഡ്, ആധുനിക ബാങ്കിംഗ് സമ്പ്രദായം ആരംഭിച്ചു. ഇൻഡസ്ട്രിയൽ വർക്കേഴ്സ്, വ്യാവസായിക തൊഴിലാളികൾ. റാപ്പിഡ് ഇൻഡസ്ട്രിയലൈസേഷൻ, ദ്രുതഗതിയിലുള്ള വ്യാവസായികവൽക്കരണം. എംപ്ലോയിഡ് ഇൻ യൂണിറ്റ്സ് വിത്തൗട്ട് ഇലക്ട്രിസിറ്റി ആൻഡ് മെഷീനറി, വൈദ്യുതിയും യന്ത്രസഹായവും ഇല്ലാതെ ജോലി ചെയ്യേണ്ടി വന്നു. എൻവയോൺമെന്റൽ ഡിസ്ട്രക്ഷൻ, പരിസ്ഥിതി പ്രശ്നം ഉയർന്നു വന്നു. താനഗസോസോ launched protest movement against industrial pollution in 1897. താനഗസോസോ വ്യാവസായിക മലിനീകരണത്തിനെതിരെ പ്രക്ഷോഭം സംഘടിപ്പിച്ചു. അഗ്രസീവ് നാഷണാലിസം, ആക്രമണോത്സുക ദേശീയത. മേജി കോൺസ്റ്റിറ്റ്യൂഷൻ, എ പാർലമെന്റ്, ഡയറ്റ്, ലിമിറ്റഡ് പവേഴ്സ്. മേജി ഭരണഘടന, ഒരു പാർലമെന്റ് ഉണ്ടായിരുന്നു, ഡയറ്റ് എന്നായിരുന്നു പേര്, പക്ഷേ അധികാരം വളരെ കുറവായിരുന്നു. എംപറർ, കമാൻഡർ ഓഫ് ദി ആർമി, ചക്രവർത്തി സൈനിക കമാൻഡർ ആയിരുന്നു. മിലിറ്ററി ജനറൽ ആൻഡ് അഡ്മിറൽസ് കുഡ് ബിക്കെയിം മിനിസ്റ്ററീസ്, മിലിറ്ററി ജനറൽ, അഡ്മിറൽ, മന്ത്രിമാരാകാൻ അവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. വെസ്റ്റനൈസേഷൻ ആൻഡ് ട്രഡീഷൻ, പാശ്ചാത്യവൽക്കരണവും പാരമ്പര്യവും. ഫുക്കോസാവ യുകിസി, ജപ്പാൻ മസ്റ്റ് എക്സ്പെൽ ഏഷ്യ, ഏഷ്യൻ സ്വഭാവത്തിൽ നിന്ന് പുറത്തു കടക്കണമെന്ന് ആവശ്യപ്പെട്ടു. സം പീപ്പിൾ അട്രാക്റ്റഡ് ടു വെസ്റ്റേൺ ലിബറലിസം ആൻഡ് ഡെമോക്രസി, പാശ്ചാത്യ ലിബറലിസവും ജനാധിപത്യത്തിലും ആകൃഷ്ടരായി. സൺ യാറ്റ് സെൻ ആൻഡ് റിപ്പബ്ലിക്, സൺ യാറ്റ് സെന്നും റിപ്പബ്ലിക്കും. വാല്യൂ പോയിന്റ്സ്. മാഞ്ചു ഡൈനാസ്റ്റി ഓവർത്രോൺ, റിപ്പബ്ലിക് എസ്റ്റാബ്ലിഷ്ഡ്. റിപ്പബ്ലിക്, മാഞ്ചു വംശത്തെ പുറത്താക്കി റിപ്പബ്ലിക് സ്ഥാപിച്ചു. സൺ യാറ്റ് സെൻ, 3 പ്രിൻസിപ്പിൾസ്. സൺ മിൻ ചോയ്, നാഷണലിസം, ഡെമോക്രസി, സോഷ്യലിസം. ഇതായിരുന്നു 3 തത്വങ്ങൾ. കുമിങ്താം പാർട്ടി, ചിയാങ് കൈഷേക്ക് ബിക്കേം ലീഡർ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ചൈന ആൻഡ് ലോങ് മാർച്ച്. വാല്യൂ പോയിന്റ്. CCP, founded in 1921, leader Mao Zedong. The Kuomintang blocked CCP seek another base, Long March, 1934-35. Shanxi to Yan'an, covering 60,000 miles. കുമിങ്താങ് ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയായിരുന്നു ലോങ് മാർച്ച് സംഘടിപ്പിച്ചത്. 3 പ്രോഗ്രാംസ്, മാവോയുടെ 3 പരിപാടികൾ. എൻഡ് വാർലോഡിസം, യുദ്ധപ്രഭുക്കളെ അടിച്ചമർച്ച ചെയ്യുക. ലാൻഡ് റിഫോംസ്, ഭൂപരിഷ്കരണം. ഫൈറ്റ് ഇമ്പീരിയലിസം, സാമ്രാജ്യത്തോട് പൊരുതുക. ഡ്യൂറിംഗ് ജപ്പാനീസ് ഇൻവേഷൻ, കുമിങ്താങ് ആൻഡ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഫൈറ്റ് ടുഗദർ. ജപ്പാനെതിരെ ഒന്നിച്ചു പോരാടി.
At the end of the war, Communist Party defeated Kuomintang and captured power. കുമിങ്താങ് പാർട്ടിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് കമ്മ്യൂണിസ്റ്റുകൾ ഭരണം പിടിച്ചെടുത്തു. ദ ഗ്രേറ്റ് ലീപ്പ് ഫോർവേഡ് മൂവ്മെന്റ്സ്, മഹത്തായ കുതിച്ചുചാട്ടം, ലോഞ്ച്ഡ് ഇൻ 1958. പീപ്പിൾ കമ്മ്യൂൺ സ്റ്റാർട്ടഡ് കളക്റ്റീവ് ഫാമിംഗ്, കൂട്ടുകൃഷി ആരംഭിച്ചു. പീപ്പിൾ കമ്മ്യൂണുകൾ ആരംഭിച്ചു. സ്റ്റീൽ ഫർണസ് സെറ്റപ്പ് ഇൻ ബാക്ക്യാർഡ്സ്, ഉരുക്ക് ചൂളകൾ വീട്ടിന് പുറകുവശം സ്ഥാപിച്ചു. മാവോസ് കൺസേൺ, ക്രിയേറ്റ് സോഷ്യലിസ്റ്റ് മാൻ, 5 ലവ്, ഫാദർലാൻഡ്, പീപ്പിൾ, ലേബർ, സയൻസ് ആൻഡ് പബ്ലിക് പ്രോപ്പർട്ടി. സോഷ്യലിസ്റ്റ് മനുഷ്യനെ സൃഷ്ടിക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. 5 ഇഷ്ടങ്ങൾ ഉണ്ടായിരിക്കണം: പിതൃഭൂമി, ജനങ്ങൾ, അധ്വാനം, ശാസ്ത്രം, പൊതുസ്വത്ത്. ഗ്രേറ്റ് പ്രോലറ്റേറിയൻ കൾച്ചറൽ റവല്യൂഷൻ, സാംസ്കാരിക വിപ്ലവം. വാല്യൂ പോയിന്റ്സ്: കോൺഫ്ലിക്ട് ബിറ്റ്വീൻ ദ കൺസെപ്റ്റ് ഓഫ് socialist and its critics led to launching of Great Proletarian Cultural Revolution 1965. സോഷ്യലിസ്റ്റ് മനുഷ്യൻ എന്ന ആശയവും അതിനെതിരെയുള്ള എതിർപ്പുകളും സാംസ്കാരിക വിപ്ലവം തുടങ്ങാൻ കാരണമായി. Against old culture, old customs and old habits, പഴയ സംസ്കാരം, പഴഞ്ചൻ ആചാരങ്ങൾക്ക് എതിരെയായിരുന്നു. ഐഡിയോളജി ആൻഡ് സ്ലോഗൻ റീപ്ലേസ്ഡ് റേഷണൽ ഡിബേറ്റ്, യുക്തിപരമായ സംവാദങ്ങൾക്ക് പകരം മുദ്രാവാക്യങ്ങളും പ്രത്യയശാസ്ത്രത്തിനു പ്രാധാന്യം നൽകി.